വളരെ പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിലായിരിക്കും. हम बड़े प्रार्थना के साथ परमेश्वर सन्निधि में बैठेंगे. ഞാൻ അധിക സമയങ്ങൾ ഇനി ദീർഘിപ്പിക്കുന്നില്ല. मैं ज्यादा समय नहीं लूंगा. കർത്താവിന്റെ ദാസിയിൽ നിന്ന് നമ്മൾ കേൾക്കാൻ പോവുകയാണ്. परमेश्वर की दासी से हम अभी सुनने वाला है. അടുത്ത ഒരു മണിക്കൂർ 11:55 വരെയുള്ള സമയങ്ങൾ പ്രിയപ്പെട്ട കർത്താദാസി ജെറിൻ റിജോയ്ക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നു. कि आगे का 1 घंटा जो है परमेश्वर की दासी जेरिन को मैं देना चाहूंगा. കർത്താദാസിയെ നമുക്കൊക്കെ പരിചയമുണ്ട്. कि परमेश्वर की दासी को हम सब जानते हैं. മുംബൈ പട്ടണത്തിൽ നിന്ന് തന്നെയുള്ള ദൈവദാസിയാണ്. कि मुंबई शहर से परमेश्वर की दासी है. നിങ്ങൾ ചിലരെങ്കിലും തന്റെ അനുഭവങ്ങൾ आजादी टीवी മലയാളത്തിലോ അല്ലെങ്കിൽ ഹിന്ദിയിലോ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. आप में से बहुत सारे लोग उनके जो गवाही है आजादी टीवी में, हिंदी में, मलयालम में सुना होगा. വളരെ തീക്ഷ്ണമാകുന്ന ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോയ ദൈവദാസി. एक अलग जीवन का अनुभव से आई है. പകൽക്കാലം നമ്മുടെ നടുവിലേക്ക് ശുശ്രൂഷിക്കുവാൻ കടന്നു വന്നു. आज हमारे बीच में सेवकाई के लिए है. തന്റെ അനുഭവങ്ങൾ താൻ പങ്കുവെക്കുവാൻ പോകുന്ന ദൈവജനത്തിന്റെ സന്ദേശമൊക്കെ നമുക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. उनके जो भी अनुभव है, जो वचन है, वो परमेश्वर हम सबको आशीषित करे. തുടർന്നുള്ള സമയങ്ങൾക്ക് താൻ ദാസി ശുശ്രൂഷിക്കും. आगे के समय परमेश्वर की दासी सेवकाई करेंगे. സാൻഡി ട്രാൻസ്ലേറ്റ് ചെയ്യും. സിസ്റ്റർ ഹിന്ദിയിലായിരിക്കുമല്ലോ പറയുന്നത് അല്ലേ? ഓക്കെ, സാൻഡി ട്രാൻസ്ലേറ്റ് ചെയ്യും. വളരെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദിവസം हम काफी प्रार्थना के साथ रहेंगे. आमेन. तालियां बजाकर परमेश्वर का दास സ്വീകരിക്കാം. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. मैं आज बहुत खुश हूँ प्रभु की उपस्थिति में, ദൈവസന്നിധിയിൽ ഞാൻ ഇന്ന് വളരെ സന്തോഷവതിയാണ്. क्योंकि मैंने इच्छा रखा मगर मैंने कभी सोचा नहीं कि मैं आ पाऊंगी करके. ഞാൻ വളരെ ആഗ്രഹിച്ചിരുന്ന കാര്യമാണ്, പക്ഷെ ഒരിക്കലും ചിന്തിച്ചില്ല എത്ര പെട്ടെന്ന് വരാൻ കഴിയുമെന്ന്. और सबसे खूबसूरत चीज ये है कि आज परमेश्वर की उपस्थिति को मैंने अनुभव किया यहाँ पे. ഏറ്റവും വളരെ മനോഹരമായ കാര്യം എന്നുള്ളത് കർത്താവിന്റെ വലിയ സാന്നിധ്യം ഞാൻ ഇന്ന് ഇവിടെ അനുഭവിച്ചു എന്നുള്ളതാണ്. आप लोग मुझे एक पराये जैसे ना देखिए, मैं आपकी बहन हूँ. നിങ്ങൾ എന്നെ അറിയാത്ത ഒരു വ്യക്തിയെ പോലെ നോക്കരുത്, ഞാൻ നിങ്ങളുടെ തന്നെ ഒരു സഹോദരിയാണ്. मैं चाहती हूँ कि आप लोग मुझे मुस्कुराते हुए देखें. ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എന്നെ പുഞ്ചിരിയോടെ എന്നെ നോക്കുക എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. क्योंकि मैं यहाँ खड़ी हूँ परमेश्वर के नाम की महिमा के लिए. ഞാൻ ഇവിടെ നിൽക്കുന്നത് കർത്താവിന്റെ നാമമഹത്വത്തിന് വേണ്ടിയാണ്. क्योंकि मैं 2021 के बाद 2023 दिसंबर महीने के 3 तारीख में यहाँ जिंदा खड़ी हूँ. परमेश्वर की दया है. ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത് 2021 ശേഷം 2023 ഡിസംബർ ഈ ദിവസം ഞാൻ ഇവിടെ ജീവനോടെ നിൽക്കുന്നത് കർത്താവിന്റെ ദയ ഒന്നുകൊണ്ട് മാത്രമാണ്. परमेश्वर के दास ने कहा कि हमारी जिंदगी में जो भी हम गुजर के जाते हैं, इट्स अ सिंबल, इट इज सिम्टम्स ऑफ स्पिरिचुअल वॉरफेयर. കർത്താവിന്റെ ദാസൻ പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന ഓരോ കാര്യങ്ങളും, നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതികൂലങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ അത് ഓരോരോ സിംറ്റംസ് ആണ് എന്ന്, വെല്ലുവിളികളുടേതായ സിംറ്റംസ് ആണ് എന്ന് കർത്താവിന്റെ ദാസൻ പറഞ്ഞു. आप लोग में से कितने लोग वो अनुभव करते हैं? നിങ്ങൾ എത്ര പേർ ഈ സിംറ്റംസ് അനുഭവിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ? मैं अनुभव करती हूँ, ഞാൻ അനുഭവിക്കുന്നുണ്ട്. लेकिन मैं पराजित नहीं हूँ करके मैं विश्वास करती हूँ. എന്നാൽ അതിനെല്ലാം മുൻപിൽ ഞാൻ പരാജയപ്പെട്ടവളല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. मैं पराजित नहीं हूँ, इसके लिए मैं आज यहाँ पे खड़ी हूँ. ഞാൻ പരാജയപ്പെട്ടവളല്ല, അതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. मैं डिनाई नहीं करूंगी, क्योंकि मैं डिप्रेशन में से नहीं गई या फिर मैं लॉसेस में से नहीं गई, मैं एक रोगी नहीं बनी. ये सब मेरे जिंदगी में आया है. ഞാൻ ഒരിക്കലും പറയുകയില്ല ഞാൻ ഡിപ്രഷനിൽ കൂടി കടന്നു പോയിട്ടില്ല, നഷ്ടങ്ങളിൽ കൂടി കടന്നു പോയിട്ടില്ല, രോഗത്തിൽ കൂടി കടന്നു പോയിട്ടില്ല എന്ന് ഞാൻ പറയുകയില്ല. ഇതിലെല്ലാം കൂടി ഞാൻ കടന്നു പോയിട്ടുണ്ട്. लेकिन परमेश्वर की कृपा है कि मैं आज भी सलामत हूँ. എന്നാൽ കർത്താവിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ ജീവനോടെ ആയിരിക്കുന്നത്. It was such a great encouragement that God ने मुझे एक सोल्जर जैसा देखा है जो सामने खड़ा है. എന്റെ ജീവിതത്തിൽ വലിയൊരു എൻകറേജ്മെന്റ് ആയിട്ടുള്ളത് കർത്താവ് എന്നെ ഒരു നല്ല വിശ്വസ്ത പടയാളിയായി കർത്താവ് കണ്ടിരിക്കുന്നു, അതുകൊണ്ടാണ് എന്നെ മുന്നിൽ നിർത്തിയിരിക്കുന്നത്. प्रभु के दास ने कहा कि इयोब की जिंदगी में one after the other problems आए. കർത്താവിന്റെ ദാസൻ പറഞ്ഞു, യോബിന്റെ ജീവിതത്തിൽ ഒന്നിനു ശേഷം അനേക പ്രതികൂലങ്ങൾ കടന്നു വന്നു. मैं एक विश्वासी परिवार में ही मेरा जन्म हुआ है. എന്റെ ജന്മം എന്നുള്ളത് ഒരു വിശ്വാസ കുടുംബത്തിലാണ്. आज जब यहाँ पे यंगस्टर्स लोग गा रहे थे, एक टाइम में मैं भी ऐसी वर्शिप लीडर थी. ഇന്ന് ഇവിടെ യുവജനങ്ങൾ നിന്ന് പാടിയതുപോലെ ഒരു സമയത്ത് എന്റെ ജീവിതത്തിൽ ഞാൻ ഇവിടെ നിന്ന് സ്റ്റേജിൽ നിന്ന് പാടിയ വ്യക്തിയായിരുന്നു. मगर मैंने कभी सोचा नहीं जो लफ्ज मैंने गाया है गॉड प्रैक्टिकली मुझे उसमें खड़ा करेगा. എന്നാൽ ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല ഞാൻ പാടിയ പാട്ട് പോലെ ഒരു ദിവസം എന്നെ ഞാൻ ഇവിടെ നിൽക്കുമെന്നുള്ളത്. मेरे विश्वास को क्वेश्चन करने वाला एक सिचुएशन मेरे लाइफ में आएगा, मैंने कभी सोचा नहीं वो एज में.
ഒരിക്കലും ഞാൻ ആ ഏജിൽ ഞാൻ ചിന്തിച്ചില്ല എൻ്റെ ജീവിതത്തിൽ എൻ്റെ വിശ്വാസത്തെ വെല്ലുവിളിക്കുന്നതായ ചില പ്രശ്നങ്ങൾ കടന്നു വരുമെന്ന്. लेकिन आज जो यंगस्टर्स मेरे सामने बैठे हैं, എന്നാൽ ഇന്ന് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ചെറുപ്പക്കാർ, आई एम टेलिंग यू विथ माय ओन लाइफ एक्सपीरियंस, ഞാൻ എൻ്റെ ആ ജീവിത എക്സ്പീരിയൻസ് കൂടി നിങ്ങളോട് പറയുന്നു. पापा मम्मी साथ में नहीं रहेंगे, പപ്പ മമ്മി എപ്പോഴും കൂടെ കാണുകയില്ല, भाई बहन साथ में नहीं रहेंगे, സഹോദരങ്ങൾ എപ്പോഴും കൂടെ ആയിരിക്കില്ല, सो कॉल्ड फ्रेंड्स साथ में नहीं रहेंगे, നല്ല നല്ല കൂട്ടുകാർ എപ്പോഴും കൂടെ കാണുകയില്ല. एक ही जन लाइफ लॉन्ग साथ में रहेगा. എന്നാൽ നമ്മുടെ ജീവിതാവസാനം മുഴുവൻ കാണുന്ന ഒരേ ഒരു വ്യക്തിയുള്ളൂ. अगर तेरे पक्ष में यीशु खड़ा है, നിങ്ങളുടെ കൂടെ നിങ്ങളുടെ പക്ഷത്ത് യേശു ഉണ്ടെങ്കിൽ तू कभी पराजित नहीं होगा. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ പരാജയപ്പെട്ട വ്യക്തിയല്ല. मेरा 8 साल का बेटा आज मेरे साथ यहाँ पर है. 8 വയസ്സുള്ള എന്റെ മകൻ ഇന്ന് എന്റെ കൂടെയുണ്ട്. मुझे आज उसको देने के लिए कुछ नहीं है. मैं हमेशा बोलती हूँ मोने मम्मी को तेरे को देने के लिए कुछ नहीं है, ഞാൻ എപ്പോഴും എന്റെ മോനോട് പറയും, മോനെ മമ്മിക്ക് നിനക്ക് തരുവാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല, बट एक चीज मैं तुझे दे सकती हूँ. എന്നാൽ എനിക്ക് ഒരു കാര്യം നിനക്ക് തരുവാൻ आई കഴിയും. कैन गिव यू लॉर्ड जीसस. എനിക്ക് യേശു ക്രിസ്തുവിനെ നിനക്ക് തരുവാൻ കഴിയും. पापा नहीं है, പപ്പ ഇല്ല, मम्मी रहेगा गारंटी नहीं है, മമ്മി കാണുമെന്നുള്ള ഉറപ്പല്ല, मगर यीशु हमेशा तेरे साथ എന്നാൽ യേശു रहेगा. അപ്പച്ച എപ്പോഴും നിന്റെ This is കൂടെയുണ്ട്. the only thing you can give to your children. ഇത് ഈ ഒറ്റ കാര്യമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കൊടുക്കാനുള്ളത്. मैंने जैसे कहा मैं एक विश्वासी घर में पैदा हुई हूँ. ഞാൻ പറഞ്ഞ ഒരു വിശ്വാസ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. शॉर्ट स्मॉल एंड स्वीट फैमिली मेरा. ഒരു ചെറിയ സന്തോഷമുള്ള കുടുംബമായിരുന്നു എന്റേത്. जैसे आंटी का फैमिली है वैसे ही हम 4 लोग. സാൻഡി ആന്റിയുടെ കുടുംബത്തെ പോലെ ഞങ്ങൾ 4 പേര്. मैं पापा मम्मी और मेरी चेची. ഞാനും പപ്പായും മമ്മിയും എൻ്റെ ചേച്ചി. मैं छोटी हूँ, मेरी बहन बड़ी है. ഞാനാണ് ഇളയത്, എൻ്റെ മൂത്ത ഒരു ചേച്ചിയുണ്ട്. तो मैं 1990 में पैदा हुआ तो मेरा पापा तभी दुबई में था. 1999 ഞാൻ ജനിച്ചത്. അപ്പോൾ എൻ്റെ പിതാവ് ദുബായിലായിരുന്നു. घर में पैसा नहीं है ऐसा एक एनवायरनमेंट में पैदा नहीं हुई हूँ. मैं अच्छे साउंड ഫൈനാൻഷ്യൽ സൗണ്ട് घर में मेरा जन्म हुआ. വളരെ നല്ല സാമ്പത്തികമുള്ള ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. तो मलयालम में बोलते ना कष्टത എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. കഷ്ടം എന്താണ് ഞാൻ അറിഞ്ഞില്ല. मतलब पैसे नहीं है, दिक्कतें हैं, मुश्किल है, ऐसे घर ऐसा क्या है मुझे अनुभव कभी देने के लिए मेरे पेरेंट्स ने अलाउ नहीं किया ऐसे. പൈസ ഇല്ലാത്ത കഷ്ടതയുള്ള അനുഭവങ്ങളിൽ കൂടി കടന്നു പോകാനൊന്നും എൻ്റെ പേരൻസ് എന്നെ അനുവദിച്ചിട്ടില്ല. बचपन में ही यीशु कौन है जानना, संडे स्कूल पढ़ना, बाइबल वर्ड्स बाय हार्ट बोलना, चर्च में एक एक्टिव मेंबर रहना, चर्च के हर विषय में. लेकिन मैं एक चीज़ बोलना थी, वो मेरा यीशु के साथ एक रिलेशनशिप नहीं था. इट वॉज अ कॉम्पिटिटिव माइंड. ചെറിയ പ്രായം മുതൽ സൺഡേ സ്കൂളിൽ പോകുവാനും പാട്ട് പഠിക്കുവാനും അങ്ങനെ കൊയറിലൊക്കെ ആയിരിക്കാനെല്ലാം ദൈവം എന്നെ സഹായിച്ചു. ഇതൊന്നും ഞാൻ പറയുകയില്ല കർത്താവുമായിട്ട് വലിയ ആഴത്തിലുള്ള ബന്ധമാണെന്ന് ഞാൻ പറയുകയില്ല. बिकॉज मम्मी विश्वास में है, पापा मम्मी विश्वास में है, इसलिए मैं भी क्रिश्चियन हूँ. എൻ്റെ പിതാവും മാതാവും വിശ്വാസികളായിരുന്നു, അതുകൊണ്ട് ഞാനും വിശ്വാസിയാണ്, ഞാൻ ചർച്ചിൽ പോകുന്നു. जेनेसिस से लेके रेवलेशन तक का बुक बाय हार्ट करना, बाइबल एक स्टोरी जैसा पढ़ना, ये सब मुझे याद है. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഒരു ബൈബിൾ ഒരു സ്റ്റോറി പോലെ വായിക്കുന്നു പഠിക്കുന്നു എല്ലാം എൻ്റെ ഓർമ്മയിലുണ്ട്. बचपन से ही मेरे घर में जो भी प्रभु के दास दासियाँ आते थे, मेरी मम्मी को और हमको देख के बोलते थे आंटी 2 കുഞ്ഞുങ്ങളാണ് ഒരാൾ കർത്താവിന് വേണ്ടിയാ. ചെറിയ പ്രായം മുതൽ ഞങ്ങളുടെ വീട്ടിൽ കർത്താവിൻ്റെ ദാസന്മാർ കടന്നു വരും. എൻ്റെ മമ്മിയോട് പറയും, ആന്റി നിങ്ങൾക്ക് 2 മക്കളാണ്, അതിൽ ഒരാൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയുള്ള. और मैं ऐसे आगे बैठती थी, चर्च में आने वाला हर प्रभु का दास आके पहला मेरे सर में हाथ रख के बोलता था നീ എവിടെ പോയാലും നീ ഇവിടെ വരത്തുള്ളൂ. ചർച്ചിൽ ഞാൻ മുന്നിലാണ് ഇരിക്കുന്നത്. അപ്പോൾ കടന്നൊരു ദേവദാസന്മാരെല്ലാം എൻ്റെ തല കൈവച്ചിട്ട് പറയും, നീ എവിടെ പോയാലും കർത്താവിൻ്റെ വേലയ്ക്കുള്ളവളാണ്. मैं यहाँ से सुनती थी, यहाँ से निकालती थी. ഞാൻ ഒരു ചെവി കൂടെ കേട്ട് മറ്റേ സ്ഥലത്തൂടെ പുറത്ത് വിടുമായിരുന്നു. बिकॉज मेरा लक्ष्य, मेरा ड्रीम वो नहीं था. എന്നാൽ ഒരിക്കലും എൻ്റെ ലക്ഷ്യം കർത്താവിന്റെ വേല എന്നുള്ളതല്ലായിരുന്നു. मैं आज आपसे कहना चाहती हूँ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, तुम्हारा सोच विचार कुछ भी रहने दो, നിങ്ങളുടെ ചിന്തയോ ആഗ്രഹം എന്തുമായിക്കോട്ടെ, प्रभु ने अगर आपको देखा है, ദൈവം നിങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ तुम कितना भी दौड़ो, നിങ്ങൾ എത്രമാത്രം ഓടിപ്പോയാലും मार खा के आने से अच्छा है सीधा आ जाओ. അടി കൊണ്ടിട്ട് കർത്താവിന് സന്ധി വരുന്നതിന് നല്ലത് നേരിട്ട് കർത്താവിന് സന്ധി വരിക എന്നുള്ളതാണ്. अगर आप सीधा आओगे, നിങ്ങൾ ഡയറക്റ്റ് കർത്താവിന് സന്ധി then വരികയാണെങ്കിൽ God is well pleased with you, ദൈവം നിങ്ങളോട് നല്ല സന്തോഷത്തോടെ ആയിരിക്കും. because obedience is better than sacrifice. അനുസരണം ഏറ്റവും നല്ലതാണ്. तो मेरे घर में जो भी पास्टर और प्रभु के दास लोग आते थे, मैं मेरी बहन और मैं हम दोनों के बीच में 8 साल का फर्क है. मैं बोलती थी मेरे को नहीं आ, तेरे को बोल रहे, ऐसा मैं बोलती थी उसको. ഞങ്ങളുടെ ഭവനത്തിലെ കർത്താവിന്റെ ദാസന്മാർ വന്ന് ഇങ്ങനെ ദൂത് പറയുമ്പോൾ ഞാൻ എൻ്റെ സഹോദരിയോട് പറയും, അവൾ എന്നേക്കാൾ 8 വയസ്സ് മൂത്തതാണ്, അവളോട് പറയും എന്നോടല്ല നിന്നോടാണെന്ന് പറയും. तो जैसे मैं 7th स्टैंडर्ड में पहुंची, मेरे को एक ड्रीम था. मैंने जैसे कहा मेरा पापा दुबई में था, तो मुझे ऐसा था कि पापा को एयरपोर्ट में छोड़ने लेने जाते थे हम लोग, तो ऐसा लगता कि हाँ इंडियन एयरलाइंस का ना ऑफिसर बनना है लाइफ में बड़े होके. ये था मेरा इच्छा. എൻ്റെ ഒരു വലിയൊരു സ്വപ്നം ഇതായിരുന്നു. എൻ്റെ പപ്പ ദുബായിലായതുകൊണ്ട് ഞങ്ങൾ എയർപോർട്ടിലൊക്കെ വിടാൻ പോകും. അന്നേരം എയർപോർട്ടൊക്കെ കാണുമ്പോൾ എനിക്ക് വലിയൊരു സ്വപ്നമുണ്ട്, ഇന്ത്യൻ എയർലൈൻസിലൊക്കെ ജോലി ചെയ്യണമെന്ന്. तो जो छोटे दिल में वो बस गया, लक्ष्य सिर्फ वही था कि
मुझे एयरलाइंस में जाना है. എൻ്റെ ആ ചെറിയ പ്രായത്തിൽ എൻ്റെ മനസ്സിലത് പതിഞ്ഞു, എനിക്ക് എയർലൈൻസ് ജോലി ചെയ്യണമെന്നുള്ളത്. तो 7th स्टैंडर्ड में पहुंचा तो मैं स्पोर्ट्स में काफ़ी अच्छी थी. तो स्कूल के टीचर्स ने मम्मी को बोला, देखो आपकी बेटी स्पोर्ट्स में अच्छा है, ज्वाइन करा दो, उसको एक अच्छा फ्यूचर है इसमें. 7th സ്റ്റാൻഡേർഡിലൊക്കെ പഠിച്ചപ്പോൾ ഞാൻ സ്പോർട്സിൽ നല്ലതായിരുന്നു. അതുകൊണ്ട് എൻ്റെ ടീച്ചേഴ്സൊക്കെ എൻ്റെ പേരൻസിനോട് പറയുമായിരുന്നു, അവൾ നന്നായിട്ട് സ്പോർട്സിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നു, അതുകൊണ്ട് അവളെ നന്നായിട്ട് പരിശീലിപ്പിക്കണമെന്ന്. तो मैं स्पोर्ट्स में ज्वाइन किया. मैं कल्याण का बिरला कॉलेज में पढ़ी हूँ. मेरा 11th एंड 12th स्कूल ख़त्म हो गया. मैंने स्टेट लेवल नेशनल लेवल तक खेलने के लिए गॉड ने मुझे ग्रेस दिया. मैं हैंडबॉल टीम में और वुमेंस क्रिकेट टीम में मैं खेला करती थी. കല്യാണിലെ ബിർല കോളേജിലാണ് 11th 12th ഒക്കെ ഞാൻ പഠിച്ചത്. ഞാൻ സ്പോർട്സിൽ നല്ലതായിരുന്നു. ഞാൻ तो मेरा 11th में मैं जैसे प्रवेश किया तो हमारे कॉलेज में इंडियन एयरलाइन से और रेलवे से स्टाफ आते थे रिक्रूटमेंट करने के लिए. ഞാൻ 11th പഠിച്ചപ്പോൾ ഞങ്ങളുടെ കോളേജിൽ റെയിൽവേയിൽ നിന്നൊക്കെ റിക്രൂട്ട്മെന്റിന് വേണ്ടി ആൾക്കാർ കടന്നു വരുമായിരുന്നു. तो हम लोग 35 गर्ल्स थे. आई वॉज सो कॉन्फिडेंट कि मुझे मिलेगा. ഞങ്ങൾ 35 പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. എന്നാൽ എനിക്ക് വളരെ കോൺഫിഡൻസ് ആയിരുന്നു എനിക്ക് തന്നെ ലഭിക്കുമെന്ന്. मेरा कॉन्फिडेंस को गॉड ने भी साथ दिया. हम वो 35 में से 3 लड़कियों में से एक मैं भी थी. എൻ്റെ ആ കോൺഫിഡൻസിൽ കർത്താവും കൂടെ നിന്നു. ആ 35 പെൺകുട്ടികളിൽ 3 പേർക്ക് ലഭിച്ചു, അതിലൊന്നായിരുന്നു ഞാനും. लेकिन मैं आपसे एक बात आज कहना चाहती हूँ. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. मैंने जो चाहा गॉड ने मेरे को दिया, ഞാൻ ആഗ്രഹിച്ച കർത്താവ് എനിക്ക് തന്നു. मगर मेरे दिल की गहराई में सब कुछ पाने के बाद भी एक बड़ा शून्य अवस्था मेरे जिंदगी में था. എൻ്റെ ജീവിതത്തിൽ ഞാൻ എല്ലാം പ്രാപിച്ചതിന് ശേഷം എൻ്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ വളരെ ഒരു ശൂന്യമായ അവസ്ഥ ഉണ്ടായിരുന്നു. I cannot explain that vacuumness I was going through those days. ആ നാളുകളിൽ ഞാൻ കടന്നുപോയ ആ ഒഴിഞ്ഞ അവസ്ഥയെ പറ്റി എനിക്ക് ഒരിക്കലും വിശദീകരിക്കാൻ കഴിയുകയില്ല. और ये vacuumness मेरा 16 years का टाइम में ये vacuumness क्या है करके मुझे अपने words में किसी को बताने के लिए भी नहीं हो रहा है. ആ 16ാമത്തെ വയസ്സിൽ എൻ്റെ ഹൃദയത്തിലുള്ള ആ ഏറ്റവും ഒഴിഞ്ഞ അവസ്ഥയെ പറ്റി ഒരിക്കലും എനിക്ക് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇപ്പോഴും സാധിക്കില്ല. Let me tell you, मैं 8th स्टैंडर्ड में I was baptized. ഞാൻ ഒരു കാര്യം പറയട്ടെ, 8ാം ക്ലാസ്സിലാണ് ഞാൻ സ്നാനപ്പെട്ടത്. 8th standard, yeah, 8th standard में मैंने बपतिस्मा लिया. 8ാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴാണ് ഞാൻ സ്നാനപ്പെട്ടത്. मगर बपतिस्मा लेने के बाद भी प्रभु यीशु के साथ मेरा कोई पर्सनल रिलेशनशिप नहीं था. എന്നാൽ ഈ സ്നാനമേറ്റതിന് ശേഷം കർത്താവുമായിട്ട് ഒരു പേഴ്സണൽ ആയിട്ടുള്ള ബന്ധം എൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. क्योंकि हम जो पेंटिकॉस्टल बैकग्राउंड से बढ़ के आने वाले बच्चे हैं, उनको लगता है कि हम जैसे चर्च में आते हैं, हमको ये जो लॉर्ड सपर होता है, आई ऑल्सो वॉन्ट टू बी अ पार्ट ऑफ दैट. एक टाइम में आने के बाद मुझे पता नहीं मेरे से कितने लोग रहे होंगे. That's why I took baptism. നിങ്ങൾക്കറിയാമോ, പെന്തിക്കോസ് കുടുംബത്തിൽ ജനിച്ച് വന്നു കഴിയുമ്പോൾ 8ാം ക്ലാസ്സിൽ സ്നാനപ്പെട്ടു. നമ്മൾ ചിന്തിക്കും ലോർഡ് സപ്പറൊക്കെ ഉണ്ട്, അതിലൊക്കെ ഞങ്ങൾക്ക് പങ്കാളികളാണ്, അതിനുവേണ്ടി അവർ സ്നാനപ്പെടും. बट उस टाइम तक वो वैक्यूमनेस में मैं और मेरी बहन वी वर जस्ट लाइक अ बेस्ट फ्रेंड्स. हम लोग हाँ एक दूसरे से सब कुछ शेयर करना होता था. मगर उसको भी मैं बोल नहीं पा रही हूँ कि मेरा मतलब दिल के गहराई में मेरा वैक्यूमनेस क्यों हो रहा है मुझे. ഞാനും എൻ്റെ സഹോദരിയും വളരെ നല്ല ബെസ്റ്റ് ഫ്രണ്ടാണ്. ഞങ്ങൾ എല്ലാ കാര്യവും ഷെയർ ചെയ്യും. എന്നാൽ എൻ്റെ ഉള്ളിലെ ആ ഒഴിഞ്ഞ ആ അനുഭവം, ഒരു അവസ്ഥ, അതൊരിക്കലും എനിക്ക് അവളോട് പോലും ഷെയർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. मैं आज आपसे बोलना चाहती हूँ, एक बात ये है कि अगर परमेश्वर तुमको ऐसी अवस्थाओं में से लेके जा रहा है ना, then he wants to talk to you. ഇന്ന് ഞാൻ നിങ്ങളോടെല്ലാം പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവം നിങ്ങളെ അങ്ങനെ ഒരു അവസ്ഥയെ കൂടെ കൊണ്ടുപോകുന്നുവെങ്കിൽ ദൈവം തീർച്ചയായും നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. मैंने उस दिन परमेश्वर से, मैं बहुत ही दिल के अंदर ना एक बड़ा बैटल चल रहा था. मैंने बोला, कर्तावे प्रभु, अगर आज आप मुझे इस वैक्यूमनेस से बचा रहे हो, आप जो बोलोगे मैं वो करने को तैयार हूँ. ഒരു ദിവസം ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, നീ എൻ്റെ ആ ഹൃദയത്തിലെ ആ ഒഴിഞ്ഞ അവസ്ഥയിൽ നിന്ന് എന്നെ വിടുവിച്ചാൽ ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും. ऐसे ही जब मैं बोल के, कमिटमेंट सिर्फ मेरे और प्रभु के बीच में है, घर में बाकी किसी को पता नहीं है. ഞാനും ദൈവമായിട്ടുള്ള ഈ ഉടമ്പടി എൻ്റെ വീട്ടിലുള്ള ആർക്കും അറിയയില്ല. उस दिन हमारे घर में एक प्रभु के दास, उस वीक में एक प्रभु के दास केरल से आए और हम लोग ऐसे प्रार्थना करने के लिए बैठे. प्रभु के दास ने मेरी मम्मी और मेरी चेची को प्रभु का मतलब जो भविष्यवाणी बोलने के बाद फिर वो मेरे से बात करने लगे. ആ ആഴ്ചയിൽ കേരളത്തിൽ നിന്ന് ഒരു കർത്താവിൻ്റെ ദാസ് ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്നു. എൻ്റെ ചേച്ചിയോടും മമ്മിയോടും കർത്താവിൻ്റെ ദൂത് പറഞ്ഞതിന് ശേഷം, ആലോചന പറഞ്ഞ ശേഷം എൻ്റെ അടുക്കിലേക്ക് വന്നു. पहला सवाल ये था, मलयाली केरला से आए पास्टर, फर्स्ट सवाल ये था कि बेटी तुम अभी क्या कर रही हो. കേരളത്തിൽ വന്ന കർത്താവിൻ്റെ ദാസനാണ് ആദ്യമായിട്ട് എന്നോട് ചോദിച്ചു, മകളെ നീ എന്താണ് ചെയ്യുന്നത്? एक्साइटेडली मैंने कहा, अंकल ഞാനിപ്പം मैं भी स्पोर्ट्स में हूँ करके. ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് പറഞ്ഞു, ഞാനിപ്പോൾ സ്പോർട്സിലൊക്കെ പങ്കാളിയാണ്.
पवित्र आत्मा ने बहुत स्पष्ट तरीके से बोला, तुझे परमेश्वर ने इस दुनिया के ट्रैक में दौड़ने के लिए नहीं बुलाया है, तुझे परमेश्वर ने स्वर्गीय ट्रैक में दौड़ने के लिए बुलाया है പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായിട്ട് അപ്പോൾ എന്നോട് സംസാരിച്ചു, നിന്നെ വിളിച്ചിരിക്കുന്നത് ഈ ലോകത്തിന്റെ ട്രാക്കിൽ ഓടുവാനല്ല, സ്വർഗീയ ട്രാക്കിൽ ഓടുവാനാണ്. मैंने कहा अयो पास्टर अंकल, मैं तो इंडियन एयरलाइंस का जॉब लेटर मेरे पास है, मैं उसका वेट कर रही हूँ ज्वाइन करने के लिए. पवित्र आत्मा ने कहा कि तुझे परमेश्वर ने दुनिया के प्लेन में उड़ने के लिए नहीं बुलाया है, तुझे परमेश्वर ने स्वर्गीय प्लेन में उस प्लेन में उड़ने के लिए प्रभु ने तुझे देखा है करके. കർത്താവിന്റെ ദാസൻ പിന്നെ എന്നോട് പറയാനിടയായി, നിന്നെ വിളിച്ചത്, ഞാൻ കർത്താവിന്റെ ദാസനോട് പറഞ്ഞു, ഇതാ എയർലൈൻസിന്റെ ലെറ്റർ ഒക്കെ എനിക്ക് കിട്ടിയിരിക്കുന്നു. അപ്പോൾ കർത്താവിന്റെ ദാസൻ പറഞ്ഞു, നിന്നെ ഈ എയർലൈൻസിന്റെ ഈ ലോകത്തിന്റെ ഉയർച്ചയിൽ പൊങ്ങുവാനല്ല, സ്വർഗീയ ഉയർച്ചയിൽ എത്തിക്കുവാനാണ്. फिर बहुत क्लियरली होली स्पिरिट ने बोला 12th स्टैंडर्ड खत्म होते ही सीधा बाइबल कॉलेज जाना. വളരെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിക്കുവാനിടയായി 12ാം ക്ലാസ്സിന് ശേഷം ബൈബിൾ കോളേജിൽ പോയി പഠിക്കുക എന്നുള്ളത്. और उस टाइम पे मेरा नहीं, मोस्टली सबका कंसेप्ट ये होता है बाइबल कॉलेज वो लोग जाते हैं जिसको कोई काम धंधा नहीं है. അന്നത്തെ കാലത്ത് എല്ലാവരുടെയും ചിന്ത, എൻ്റെയും ചിന്ത ഇങ്ങനെയായിരുന്നു, ബൈബിൾ കോളേജിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ വേറെ ഒരു പണിയും ഇല്ലാത്തവരാണ് അങ്ങനെ പോകുന്നതെന്നാണ്. या तो फिर सारे सब्जेक्ट्स में फेल्ड है, लाइफ में कोई स्कोप नहीं है, चलो लास्ट ऑप्शन है इधर जाओ. അല്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെ ചിന്തിക്കും, അവരുടെ ജീവിതത്തിലെ വിദ്യാഭ്യാസത്തിലൊക്കെ അവർ പരാജയപ്പെട്ടു, ഇനി മുന്നിലോട്ട് വേറെ ഒരു ഓപ്ഷനും ഇല്ല, അങ്ങനെയുള്ളവരാണ് പോകുന്നത്. ये मैं मेरी बात बोल रही, ये मेरा कंसेप्ट था. എന്റെ കൺസെപ്റ്റ് അങ്ങനെയായിരുന്നു. लेकिन प्रभु ने जब मुझे बोला नहर बाइबल कॉलेज ही पकड़ना, क्योंकि मैंने ऑलरेडी प्रभु को दिल के गहराई में बोला है, आप जो बोलेंगे मैं वो करने को तैयार हूँ, बट यू हैव टू हील मी फ्रॉम दिस इंटरनल बैटल. ഞാൻ ഓൾറെഡി കർത്താവിനോട് പറഞ്ഞ കാര്യമാണ്, കർത്താവെ എന്നെ ഈ എൻ്റെതായ ഹൃദയത്തിൽ നിന്നുള്ള ഈ ആഴമായ ആ ഒഴിഞ്ഞ അവസ്ഥയിൽ നിന്ന് എന്നെ വിടുവിച്ചാൽ തീർച്ചയായിട്ടും കർത്താവ് എന്താണോ പറഞ്ഞത് അത് ചെയ്യും. तो मैंने गॉड को बोला, गॉड केप्ट हिज वर्ड. मैंने बोला यस लॉर्ड. 12th के बाद मैंने सरेंडर किया, मैं जाऊंगी. instantly I was healed from that battle. ഞാൻ ദൈവസന്നിധിയിൽ അപ്പോൾ എന്നെ തന്നെ സമർപ്പിച്ചു, കർത്താവെ തീർച്ചയായും ഞാൻ പോകും. അപ്പോൾ തന്നെ എന്നെ കർത്താവ് എൻ്റെ ജീവിതത്തിലെ ആ ഒഴിഞ്ഞ അവസ്ഥയിൽ നിന്ന് എന്നെ വിടുവിക്കുവാനിടയായി. अब मुझे केरला पसंद नहीं है, साउथ मुझे पसंद नहीं, मुझे नॉर्थ में ही पढ़ना है. എനിക്ക് ഒരിക്കലും കേരളത്തിൽ ഇഷ്ടമല്ല, എനിക്ക് ഇവിടെ നോർത്തിൽ തന്നെ പഠിക്കണമായിരുന്നു. क्योंकि जो नॉर्थ में पले बड़े बच्चे हैं उनको साउथ में एडजस्ट करना बहुत मुश्किल है. ഒരിക്കലും നോർത്തിൽ ജനിച്ചു വളർന്ന കുഞ്ഞുങ്ങൾ കേരളത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. तो मैंने मेरी बहन को बोला, चेची नॉर्थ इंडिया में सारे बाइबल कॉलेज में देख ले, केरला देखना ही नहीं. ഞാൻ എൻ്റെ സഹോദരിയോട് പറഞ്ഞു, ചേച്ചി നോർത്ത് ഇന്ത്യയിലെ ബൈബിൾ കോളേജൊക്കെ നമുക്ക് നോക്കാം, കേരളത്തിൽ നോക്കിയേ വേണ്ട. लेकिन प्रभु ने क्या किया पता है, नॉर्थ इंडिया का सारा एडमिशन क्लोज कर दिया, सिर्फ केरला ही बचाया गॉड. ദൈവം എന്താണ് ചെയ്തത്, നോർത്ത് ഇന്ത്യയിലെ എല്ലാ ബൈബിൾ കോളേജിലും അഡ്മിഷൻ തീർന്നു പോയി, കേരളത്തിൽ മാത്രമാണ് ഇപ്പോൾ അഡ്മിഷൻ ബാക്കിയുള്ളത്. और गॉड ने मुझे अडूर केरला मणकाला कॉलेज में पहुंचा के गॉड ने मुझे ट्रेन करना स्टार्ट किया. ദൈവം എന്നെ അടൂരിലുള്ള മണക്കാല ബൈബിൾ കോളേജിൽ വിട്ടിട്ട് ദൈവം എന്നെ ട്രെയിനിങ് ചെയ്തു. मैंने जैसे कहा, मैं एक अच्छे कोई क्राइसिस नहीं, जो मांगो मिलता है, ऐसे एक स्वीट एटमॉस्फेयर से गॉड ने मुझे जैसे सोल्जर को गॉड ट्रेनिंग, सोल्जर्स को तो ट्रेनिंग होता है ना, उनका घर का सुविधा है तो उनको मिलता नहीं है फिर जहाँ पे ट्रेनिंग होता है, सेम वैसे ही गॉड ने मुझे जहाँ पे पंखा नहीं है ऐसे कॉलेज में जाके गॉड ने मुझे डाला. ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്, എന്നാൽ സോൾജേഴ്സിന് എന്തുവല്ല ട്രെയിനിങ് വേണം, അതുകൊണ്ട് ഒരു ഫാൻ പോലും ഇല്ലാത്തടത്തേക്ക് ഞാൻ കടന്നു പോകാൻ. और शाम को हर दिन 4 years कंटिन्यू इवनिंग का जो डिनर था वो कन्या और पैर था. ആ 4 വർഷം ഈവനിങ്ങിലെ ഡിന്നർ അത് കഞ്ഞിയും പയറും മാത്രമായിരുന്നു. See, when God starts training you now, he will bring down you to the zero level. ദൈവം നമ്മളെ ട്രെയിനിങ് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായും നമ്മളെ ആ സീറോ ലെവലിലേക്ക് കർത്താവ് और वो കൊണ്ടുവരും. जीरो लेवल में लाके जब गॉड ट्रेन करता है ना, he will test you that are you murmuring in that situation. ആ സീറോ ലെവലിൽ കൊണ്ടുവന്ന് നമ്മളെ ട്രെയിൻ ചെയ്യുമ്പോൾ കർത്താവ് നോക്കിയാണ് നമ്മൾ ഈ അവസ്ഥയെ നമ്മൾ പിറുപിറുക്കുന്നവരാണോ എന്ന്. सेकेंड ईयर पहुंचा तो मेरे को सहन नहीं हो रहा, मैंने बोला मैं नहीं रुकूंगी, मैं घर जा रही हूँ. സെക്കൻഡ് ഇയർ ആയപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി എനിക്ക് ഒട്ടും സഹിക്കാൻ കഴിയുകയില്ല, ഞാൻ തിരിച്ചു വരും. पास्टर ने जैसे बोला बैटल, പാസ്റ്റർ പറഞ്ഞതുപോലെ യുദ്ധം, जबरदस्त बैटल. വളരെ വളരെ ശക്തമായ യുദ്ധം तो നടന്നു. मैं बॉम्बे से केरला जाने के पहले पवित्र आत्मा ने कई प्रभु के दासों से बोला, 2 വർഷം നീ പിടിച്ചു നിന്നാൽ ഞാൻ നിന്നെ ഉയർത്തും. ഞാൻ കേരളത്തിൽ ബൈബിൾ കോളേജിൽ പോകുന്നതിന് മുന്നേ കർത്താവിന്റെ ദാസന്മാരെ കൂടെ ആലോചന പറഞ്ഞു, നീ 2 വർഷം അവിടെ പിടിച്ചു നിന്നാൽ ഞാൻ നിന്നെ അവിടെ നിർത്തും. ओ 2 साल जो स्ट्रगल्स था ना, मैं वर्ड्स में बयान नहीं कर सकती. ആ 2 വർഷം ഞാൻ അനുഭവിച്ചതായ ആ സ്ട്രഗിൾസ് ഒരിക്കലും എനിക്ക് വാക്കുകളാൽ വിവരിക്കാൻ अभी കഴിയില്ല. आप सोचोगे ऐसा क्या स्ट्रगल हो गया, वो हॉस्टल से था, वार्डन से था, सीनियर से था, मेंटली स्ट्रेस था, सब जगह से, और होम सिकनेस दूसरा था. तो ये सब जगह से अब सहन नहीं हो रहा है. मम्मी का कॉल आएगा, मैं बोला अम्मी हम वेरी वाई नहीं पट्टिल्ला
बोल के वेट करने के समय में रूम बंद किया, घुटने में बैठ के रोने लगी. क्या प्रार्थना करना है पता नहीं. कान में एक आवाज आया, 2 വർഷം നീ പിടിച്ചു നിന്നാൽ ഞാൻ നിന്നെ ഉയർത്തും. എൻ്റെ റൂമിൽ നിന്ന്, വാർഡിൽ നിന്ന്, ഹോസ്റ്റലിൽ നിന്ന്, കോളേജിൽ നിന്നെല്ലാം എനിക്ക് പല സ്ട്രഗിൾസും ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഹോം സിക്നെസ്സും ഉണ്ടായിരുന്നു. ഞാൻ മമ്മിയോട് പറഞ്ഞു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ ഞാൻ റൂം അടച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, നീ 2 വർഷം പിടിച്ചു നിന്നാൽ ഞാൻ നിന്നെ നിർത്തും. അന്ന് ഞാൻ ആദ്യമായിട്ട് ആ പിശാചിനോട് എഴുന്നേറ്റ് പറയുന്നത്, പരാജയപ്പെട്ടു എന്ന രീതിയിൽ നിൽക്കുന്ന സമയത്താ मैं पराजित हो गई ऐसे सोच के बैठने के समय में वो आवाज़ जब सुना मैंने कि अगर 2 साल तू पकड़ के खड़ी रही मैं तुझे ऊंचाई में ले जाऊंगा. परमेश्वर का वादा मुझे उस टाइम याद आया. मैंने बोला पिशाच ऐसा बोला, आई एम यूजिंग द सेम वर्ड, നീ തലകുത്തി നിന്നാലും ഞാൻ 4 വർഷം ഗ്രാജുവേറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് പോകത്തുള്ളൂ. ആ പരാജയപ്പെട്ട് നിന്നപ്പോഴാണ് ഞാൻ ദൈവത്തിന്റെ ശബ്ദം കേട്ടത്, നീ 2 വർഷം ഇവിടെ പിടിച്ചു നിന്നാൽ ഞാൻ നിന്നെ നിർത്തുമെന്നുള്ളത്. बाय गॉड्स ग्रेस 4 इयर्स कंप्लीट करने के लिए गॉड ने मदद किया. मैं वहाँ से पढ़ के निकली 2012 में. 2013 में था मेरा शादी. पास्टर रिजो अब्राहम मैथ्यू, मेरा हस्बैंड का घर हैदराबाद में. കർത്താവിന്റെ കൃപയാൽ അവിടെ 4 വർഷം പഠിക്കുവാനും ഗ്രാജുവേറ്റ് ചെയ്യാനെല്ലാം സഹായിച്ചു. അതിനുശേഷം എൻ്റെ വിവാഹം പാസ്റ്റർ റിജോ എബ്രഹാം മാത്യു ആയിട്ട് നടക്കുവാനിടയായി. 22 इयर्स में मेरा शादी हुआ. 22 വയസ്സിൽ എൻ്റെ വിവാഹം കഴിഞ്ഞു. 22 इयर्स में ही हम लोग कलकत्ता में चर्च मिनिस्ट्री में ज्वाइन किया, न्यू इंडिया चर्च ऑफ गॉड के साथ. 22 വയസ്സിൽ തന്നെ ഞങ്ങൾ കൽക്കട്ടയിൽ ന്യൂ ഇന്ത്യ ചർച്ച് കോഡിൽ ഞങ്ങൾ ജോയിൻ ചെയ്തു. मेरे हस्बैंड के पापा एक एक्स आर्मी रिटायर्ड है एंड मेरे फादर इन लॉ को चर्च है हैदराबाद में. इंग्लिश और हिंदी में उनका सर्विस होता है वहाँ पे. എൻ്റെ ഹസ്ബൻഡ് പിതാവിന് അവിടെ ചർച്ചുണ്ട്, ഹിന്ദിയിലും ഇംഗ്ലീഷിലും. അദ്ദേഹം ഒരു എക്സ് മിലിറ്ററി സർവീസ്മാൻ ആയിരുന്നു. मेरे हस्बैंड का घर भी फाइनेंशियली साउंड है बाय गॉड्स ग्रेस. मेरे पेरेंट्स भी यहाँ पर हैं. मगर जब हम दोनों को गॉड ने मिनिस्ट्री फील्ड में डाला, किसी के सामने जाके पेरेंट्स के सामने आश्रय रखने के लिए गॉड ने हमको अलाउ नहीं किया. ഞങ്ങളുടെ രണ്ടുപേരുടെയും കുടുംബം നല്ല സെറ്റിലായ കുടുംബമാണ്. എങ്കിലും ഞങ്ങൾ മിനിസ്ട്രി ഫീൽഡിലേക്ക് കർത്താവ് അയച്ചു, ഇവരെ ആരെയും ആശ്രയിക്കാതെ. कभी कभी ऐसा दिन आया है कि हमको दूध खरीदने के लिए भी पैसे नहीं थे. പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ദിവസങ്ങളും കടന്നു വന്നിട്ടുണ്ട്. പാല് പോലും വാങ്ങിക്കുവാൻ സാധിക്കാത്ത അവസരങ്ങൾ. अगर चाहे एक कॉल किया तो मम्मी हेल्प करेंगे. വേണമെങ്കിൽ ഒരു കോൾ ചെയ്താൽ ഞങ്ങളുടെ വീട്ടുകാർ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യും. मगर वो कभी करने के पहले घुटना टेक कर जब भी गॉड के सामने पूछा है ना, गॉड ने दिया है. എന്നാൽ അതൊന്നും ചെയ്യാൻ അനുവദിക്കാതെ എപ്പോഴൊക്കെ ദൈവസന്നിധി മുട്ടുമടക്കിയോ ദൈവം അവിടെ എല്ലാം ഞങ്ങൾക്ക് വേണ്ടി मैं क्यों बोल रही पता है, गॉड कभी किसी को कर्जदार नहीं है. ഞാൻ എന്തുകൊണ്ടാണ് ഇതെല്ലാം നിങ്ങളോട് പറയുന്നത്? നമ്മുടെ കർത്താവ് ഒരിക്കലും ആർക്കും കടക്കാരനല്ല. हमारा परमेश्वर कभी किसी को कर्जदार नहीं. നമ്മുടെ കർത്താവ് ഒരിക്കലും ആരോടും കടക്കാരനല്ല. हमारा जब शादी हो गया था, जब हमको जो सपोर्ट मिलता था बहुत कम था. और हमारे घर में जो भी प्रभु के दास आते थे, मेरा हस्बैंड बोलता था शायद 1000 रुपया ही रहेगा. 2015 में बड़ा बेटा हुआ तो माँ होने के नाते ज़्यादा चिंता बच्चे के ऊपर जाता है. तो वो मुझे प्रभु का दास आया तो मुझे बोलता, जरन वो पैसा प्रभु के दास को देना है. तो मैं पहले बोलती थी अरे अच्छा फिर एक अभी और दिन बचा है, इसको दूध कैसे लेंगे. मेरे विश्वास को गॉड ने ट्रेन किया. हालेलुया. जब हम देने लगेंगे ना, गॉड हमको देने लगेगा. हालेलुया. ये चीज़ मैंने मेरे हस्बैंड से सीखा कि मिनिस्ट्री फील्ड में वी ऑलवेज थिंक, यीशु ने कहा कि वो जो स्त्री परमेश्वर के आलय में आई, सबने डाला ना, सबने ऑफरिंग डाला. आप सब जानते हैं उसका बैकग्राउंड. सबने दिया, जो उनके पास था उसमें से दिया. मगर वचन कहता है वो स्त्री, उसके पास जो था उसने वो दिया. इसलिए यीशु का नज़र हमारे देने पे नहीं है, हमारे पास जो है ना, वॉट एवर यू हैव, give it to the Lord. He is never going to be a debtor for you. ഞങ്ങളുടെ വിവാഹ സമയത്ത് ഞങ്ങൾക്ക് കിട്ടുന്ന സപ്പോർട്ട് വളരെ കുറവായിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ദാസന്മാർ കടന്നു വരുമ്പോൾ ചിലപ്പോൾ 1000 രൂപയായിരിക്കും ഞങ്ങളുടെ ചിലവിന് വെച്ചിരിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ ദാസൻ പറയും ഇത് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഞാൻ അമ്മയായതുകൊണ്ട് കുഞ്ഞിനെ പറ്റിയായിരിക്കും കൂടുതൽ ചിന്ത. ഞാൻ പറയും കുഞ്ഞിന് പിന്നെ പാല് വാങ്ങിക്കാൻ പൈസ ഇല്ലല്ലോ. എൻ്റെ ഹസ്ബൻഡാണ് എന്നെ വിശ്വാസം പഠിപ്പിച്ചത്. तो धीरे धीरे जैसे हमारा लाइफ आगे बढ़ते गया, सेवकाई में हम लोग बढ़ते गए. हम लोग ज़्यादा करके हिंदी लोग के बीच में, मराठी लोग के बीच में हम लोग काम किए. 2017 हुआ तो हम लोग बॉम्बे में आए. मेरा सेकंड प्रेगनेंसी था. सेकंड प्रेगनेंसी में 2017 में हम लोग बॉम्बे में आए. 2017 പിന്നെ ഞങ്ങൾ ബോംബെയിലേക്ക് കടന്നു വന്നു. और मेरा सेकंड प्रेगनेंसी स्टार्ट हुआ. എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസി അപ്പോൾ സ്റ്റാർട്ടായി.
मेरे सेकंड प्रेगनेंसी में बहुत कॉम्प्लिकेशंस थे. വളരെ കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസിയിൽ. 8वां महीना में बच्चा पेट में मर गया. 8ാം മാസത്തിൽ എൻ്റെ കുഞ്ഞ് ഉദരത്തിൽ വെച്ച് തന്നെ മരിച്ചു പോകാനിടയായി. तो वो इमरजेंसी सिजेरियन करके बच्चे को बाहर निकाला. എമർജൻസി സിസേറിയൻ ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുക്കാനിടയായി. तो ये जो एक अवस्था था ये मुझे और मेरे हस्बैंड को मेंटली बहुत तनाव में ले गया. ഈ അവസ്ഥ ഞങ്ങൾ രണ്ടുപേരെയും വളരെ മാനസികമായിട്ട് ഞങ്ങൾ ഡൗൺ ആകുവാനിടയായി. क्योंकि पहला एक बेटा गॉड ने दिया, हम दोनों ने चाहत रखा एक बेटी होना है. सेकंड बच्ची जो मर गई 8वें महीने में वो एक बेटी थी. ആദ്യത്തെ ദൈവം ഞങ്ങൾക്ക് തന്ന ഒരു മകനെയാണ്, രണ്ടാമത് ഞങ്ങൾ ഒരു മകളെ ആഗ്രഹിച്ചു. എന്നാൽ ഞങ്ങൾക്ക് 8ാം മാസത്തിൽ നഷ്ടപ്പെട്ട കുഞ്ഞ് ഒരു മകളായിരുന്നു. तो मेरे से भी कई ज्यादा मेरे हस्बैंड डिप्रेशन में जा रहे थे. അതുകൊണ്ട് എന്നേക്കാൾ അധികം ദുഃഖത്തിലേക്ക് എൻ്റെ ഹസ്ബൻഡ് കടന്നു പോകാനിടയായി. हम दोनों ने प्रभु के सामने समर्पण किया. गॉड, हम ऐसे डिप्रेस होके बैठने के लिए गॉड ने हमको नहीं बुलाया है. ഞങ്ങൾ രണ്ടുപേരും ദൈവസന്നിധി സമർപ്പിച്ചു. നമ്മളെ ഡിപ്രഷനിലേക്ക് കടന്നു പോകാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ऐसे हम दोनों ने समर्पण किया. 2018 में हम लोग मध्य प्रदेश जा रहे हैं. ഞങ്ങൾ രണ്ടുപേരെ സമർപ്പിച്ചു. 2018 പിന്നെ ഞങ്ങൾ മധ്യപ്രദേശിലേക്ക് കടന്നു പോകുന്നു. हम लोग वहाँ पे इंडियन इवेंजलिकल टीम IET बोल के एक ऑर्गेनाइजेशन है, आप लोग ने सुना होगा. IG എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ കേട്ടിട്ടുണ്ടായിരിക്കും. ഇന്ത്യൻ इवेंजलिकल टीम. वहाँ पर एक बाइबल कॉलेज है मध्य प्रदेश पिपरिया बोल की जगह पर. പിപ്രിയ എന്ന സ്ഥലത്തോടെ ഒരു ബൈബിൾ കോളേജ് ഉണ്ട്. അവിടേക്കാണ് ഞങ്ങൾ കടന്നുപോയത്. मेरे हस्बैंड वहाँ पे पास्टर्स ट्रेनिंग डिपार्टमेंट में ज्वाइन किए. എൻ്റെ ഹസ്ബൻഡ് അവിടുത്തെ പാസ്റ്റേഴ്സ് ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റ് ജോയിൻ ചെയ്തു. 2019 में मेरा थर्ड प्रेगनेंसी स्टार्ट हुआ. 2019 എൻ്റെ തേർഡ് പ്രഗ്നൻസി സ്റ്റാർട്ടായി. थर्ड प्रेगनेंसी 5वें महीने में भी थोड़ा बहुत दिक्कतें हुआ, मगर प्रभु ने हमको बेटा दिया. തേർഡ് പ്രഗ്നൻസിയിൽ 5ാം മാസത്തിൽ പല പ്രശ്നങ്ങൾ കടന്നു വന്നു, എങ്കിലും കർത്താവ് ഞങ്ങളെ നന്നായി നടത്തി. 2020 में मेरा फोर्थ प्रेगनेंसी स्टार्ट हुआ. 2020 എൻ്റെ ഫോർത്ത് പ്രഗ്നൻസി സ്റ്റാർട്ടായി. अभी मेडिकली देखा जाएगा तो मैं प्रेग्नेंट होना बिल्कुल अलाउड नहीं हूँ. മെഡിക്കലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ 4ാമത്തെ പ്രഗ്നൻസി എനിക്ക് ഒട്ടും അലൗഡ് അല്ല. കാരണം എൻ്റെ ആദ്യത്തെ എല്ലാം സിസേറിയൻ ആയിരുന്നു. मेरा ऑलरेडी 3 सी सेक्शन हो चुका है. ഓൾറെഡി എൻ്റെ 3 സി സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. थर्ड सी सेक्शन में प्रेगनेंसी स्टॉप करना था, मगर डॉक्टर ने कहा नहीं कर सकते, आपको ब्लीडिंग हो जाएगा. മൂന്നാമത്തെ സിസേറിൽ ആക്ച്വലി പ്രസവം നിർത്തേണ്ടതായിരുന്നു. എന്നാൽ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ ചെയ്യാൻ കഴിയുകയില്ല, ഇപ്പോൾ ചെയ്താൽ ബ്ലീഡിംഗ് ഉണ്ടാകും. ऐसा 2020 में फोर्थ प्रेगनेंसी स्टार्ट हुआ. അതിനുശേഷം 2020 4ാമത്തെ പ്രഗ്നൻസി സ്റ്റാർട്ടായി. तो हम लोग गायनेक के पास गए हॉस्पिटल में. ഞങ്ങൾ ഗൈനക്കോളജിസ്റ്റിന്റെ അടുക്കലേക്ക് പോയി. मुझे और मेरे हस्बैंड को 1 घंटा काउंसलिंग दिया टू टर्मिनेट दिस प्रेगनेंसी. 1 മണിക്കൂർ അവർ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ ഇതിനെ ടെർമിനേറ്റ് ചെയ്യണം. तो मेरे हस्बैंड ने साइन किया. जैसे हम लोग उस डॉक्टर के रूम से बाहर आए, എൻ്റെ ഹസ്ബൻഡ് അവിടെ സൈൻ ചെയ്തു. അതിനുശേഷം ഞങ്ങൾ റൂമിൽ നിന്ന് പുറത്തു വന്നപ്പോൾ मैंने एक आवाज सुना, तूने जो खोया है मैं तुझे वो वापस देने जा रहा हूँ. ഞാൻ ദൈവത്തിന്റെ ശബ്ദം കേട്ടു, നിനക്ക് എന്താണോ നഷ്ടപ്പെട്ടത് ഞാൻ അതിനെ നിനക്ക് മടക്കി തരാൻ പോവുകയാണ്. तो मैंने बोला अच्छा गॉड ने बोला तूने जो खोया है मैं तुझे वो वापस देने ഞാൻ जा रहा हूँ. ഹസ്ബൻഡിനോട് പറഞ്ഞു, അച്ചച്ച ദൈവം എന്നോട് പറഞ്ഞു എന്താണോ നിനക്ക് നഷ്ടപ്പെട്ടത് ദൈവം എനിക്കത് മടക്കി തരാൻ പോവുകയാണ്. तो मेरे हस्बैंड बोला तुझे अगर विश्वास है तो मैं तेरे साथ हूँ. എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നിനക്കത് വിശ്വാസമുണ്ടെങ്കിൽ ഞാൻ നിന്റെ കൂടെയുണ്ട്. मैंने प्रेगनेंसी कंटिन्यू किया. ഞാൻ അങ്ങനെ എൻ്റെ ആ പ്രഗ്നൻസി തുടരുവാൻ ചിന്തിച്ചു. जब मार्च 2021 में हम पहुँचे മാർച്ച് 21 ഞങ്ങൾ എത്തി. तो मेरा 7th मंथ प्रेगनेंसी चल रहा है उस वक्त. ഞാൻ അപ്പോൾ 7ാം മാസം പ്രഗ്നന്റ് ആണ്. तो मेरा बड़ा बेटा और सेकंड बेटा रूम में बैठा हुआ था. मेरा हस्बैंड कुछ काम से बाहर खड़े थे. എൻ്റെ മൂത്ത മകനും ഇളയ മകനും റൂമിലിരിക്കുകയാണ്. എൻ്റെ ഹസ്ബൻഡ് എന്തോ ആവശ്യത്തിന് വേണ്ടി പുറത്തേക്ക് പോയി. तो मैं इनको खाना देने के लिए बेडरूम जा रही थी. मैंने देखा नहीं, वहाँ पे बच्चे का एक स्केटिंग बोर्ड रखा हुआ था. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കാൻ വേണ്ടി ഞാൻ മുറിയിലേക്ക് പോയതാണ്. എന്നാൽ ഞാൻ കണ്ടില്ല അവിടെ ഒരു സ്കേറ്റിംഗ് ബോർഡ് വെച്ചിരുന്നു. मेरा पैर सीधा वो स्केटिंग बोर्ड के ऊपर और मैं बहुत ही ऊपर जाके नीचे को गिरी. ആ സ്കേറ്റിംഗ് ബോർഡിലേക്ക് ഞാൻ എൻ്റെ കാൽ അറിയാതെ വെക്കുകയും ഞാൻ വളരെ ഉയർന്നു പോയിട്ട് നേരെ താഴേക്ക് വീഴുവാനിടയായി. मैं जो गिरी ना वो गिरने में मुझे ऐसा लगा कि एवरीथिंग इज फिनिश्ड. ഞാൻ ആ വീണ സമയത്ത് ഞാൻ ചിന്തിച്ചു എല്ലാം അവസാനിച്ചു എന്ന്. मेरे हस्बैंड दौड़ के आके मुझे उठाए, रूम में बिठाए, हम लोग हॉस्पिटल में गए. എൻ്റെ ഹസ്ബൻഡ് ഓടി വന്നിട്ട് എന്നെ എഴുന്നേൽപ്പിച്ചിരുത്തി എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. डॉक्टर ने कहा कि अगर 3 दिन के अंदर आप ठीक नहीं हुई ना तो आपको हेयरलाइन फ्रैक्चर है. 3 ദിവസത്തിനുള്ളിൽ നീ നിനക്ക് നന്നായിട്ട് തോന്നിയില്ലെങ്കിൽ നിനക്ക് ഹെയർലൈൻ ഫ്രാക്ചർ बिकॉज मैं प्रेग्नेंट हूँ, मेरा एक्सरे नहीं निकाल सकते हो. കാരണം ഞാൻ പ്രഗ്നന്റ് ആയതുകൊണ്ട് എക്സ്റേ ഒന്നും എടുക്കാൻ സാധിക്കില്ല. मैं विश्वास आज ऐसा करती हूँ. ഞാൻ വിശ്വാസം ഇങ്ങനെ ചെയ്യുന്നു. अप्रैल महीने में जो अवस्थाओं में से गॉड हमको लेके जाना चाहता था, गॉड चाहते थे कि मैं वापस खड़ी हो जाऊं करके. ഏപ്രിൽ മാസത്തിൽ കൂടെ കർത്താവ് അങ്ങനെ അനുഭവത്തിൽ കടന്നു പോകുമ്പോൾ ഞാൻ എഴുന്നേറ്റ് നിൽക്കണമെന്ന് കർത്താവ് ആഗ്രഹിച്ചിരുന്നു. क्योंकि गॉड ने मुझे within 3 days गॉड ने मुझे हील കാരണം किया. ആ 3 ദിവസത്തിനുള്ളിൽ കർത്താവ് എന്നെ സൗഖ്യമാക്കി. अप्रैल महीना स्टार्ट हो गया. ഏപ്രിൽ മാസം തുടങ്ങി.
मेरे पापा मम्मी मेरे को डेट मई लास्ट दिया गया था। മെയ് ലാസ്റ്റ് ആണ് എനിക്ക് ഡ്യൂ ഡേറ്റ് തന്നത്. तो मेरा पापा मम्मी बॉम्बे से पिपरी आने का प्लानिंग में थे। എൻ്റെ പപ്പായും മമ്മിയും മുംബൈയിൽ നിന്ന് പിപ്രിയിലേക്ക് കടന്നു വരാൻ പ്ലാൻ ചെയ്തിരുന്നു. तो मैंने बोला अभी आप लोग मत आओ, बिकॉज ये कोविड का ज़्यादा हम लोग बॉम्बे में सुन रहे हैं, तो अभी आप लोग मत आओ, മേ ലാസ്റ്റ് में आया बस। ഈ കോവിഡ് സമയമായിരുന്നു, കൂടുതലായിട്ട് ബോംബെയിലൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ വരണ്ട, മെയ് ലാസ്റ്റിലേക്ക് വരിക. मगर मेरा पापा मम्मी ने बिल्कुल भी मेरा बात नहीं सुना। 10 तारीख को टिकट निकाला, अप्रैल 10 तारीख को, 10 तारीख को ट्रेन चढ़ा। എന്നാൽ എൻ്റെ പപ്പായും മമ്മിയും അത് കേൾക്കാതെ അവർ 10-ാം തീയതി തന്നെ അവിടേക്ക് എത്തുവാനിടയായി. मैं ऐसा आज सोचती हूँ कि एवरीथिंग वाज सो प्री प्लान्ड बाय लॉर्ड जीसस ഞാൻ क्राइस्ट। ചിന്തിക്കുകയാണ് എല്ലാം കർത്താവ് നേരത്തെ പ്ലാൻ ചെയ്ത് ചെയ്യുക. कभी कभी हम सोचते हैं कि गॉड आज जो मैं अवस्था में खड़ा हूँ आप मुझे नहीं देख रहे हो क्या? ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, കർത്താവ് ഞാൻ ഇന്ന് നിൽക്കുന്ന അവസ്ഥ കർത്താവ് നീ കാണുന്നില്ലയോ? मैं इतना प्रार्थना करता हूँ, मैं इतना रोता हूँ, मैं प्रभु के सामने सही तरीके से जीने की पूरी कोशिश करता हूँ, फिर भी क्यों गॉड मेरा अवस्था आज भी ऐसी ഞാൻ है? ഇത്രമാത്രം പ്രാർത്ഥിക്കുന്നു, നേരായിട്ട് നടക്കുന്നു, എന്തുകൊണ്ട് കർത്താവ് ഈ അവസ്ഥ എൻ്റെ ജീവിതത്തിൽ വന്നു എന്ന് നമ്മൾ പറയും. लेकिन मैं आज आप लोग को ये कहना चाहती हूँ कि गॉड जाने बिना हमारे लाइफ में कुछ भी नहीं होता है। എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കും, കർത്താവ് അറിയാൻ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. कुछ भी गॉड परमिट किए बिना नहीं होता है। കർത്താവ് അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. मेरा पापा मम्मी वहाँ पे आए, उसी दिन मेरे हस्बैंड को फीवर स्टार्ट हो रहा है। എൻ്റെ പപ്പായും മമ്മിയും പിമ്പ്രിയെ കടന്നു വന്ന അന്നാണ് എൻ്റെ ഹസ്ബൻഡിന് പനി തുടങ്ങിയത്. 2 दिन में मुझे और मेरे दोनों बच्चों को फीवर हो गया। എൻ്റെ 2 കുഞ്ഞുങ്ങൾക്കും എനിക്കും പനി പിടിച്ചു. और जिस दिन मेरा पापा मम्मी बॉम्बे से पिपरिया पहुंचे, वेरी नेक्स्ट डे इंडिया में लॉकडाउन डिक्लेयर हो गया। എൻ്റെ പപ്പായും മമ്മിയും അവിടെ വന്നതിന് ശേഷം അടുത്ത ദിവസം തന്നെ ഇന്ത്യയിൽ ലോക്ക്ഡൌണും തുടങ്ങുവാനിടയായി. मैं सोचा गॉड वाज इन कंट्रोल इन एवरी प्लेस। ഞാൻ പറഞ്ഞു, കർത്താവ് എല്ലാ സ്ഥലത്തും കർത്താവിന്റെ കൺട്രോൾ നിയന്ത്രണത്തിലാണ്. हमारे कॉलेज में एक नियम था कि जो भी बाहर से आता है वो 15 दिन क्वारंटाइन बैठना है। ഞങ്ങളുടെ കോളേജിൽ ഒരു നിയമം ഉണ്ടായിരുന്നു, വെളിയിൽ നിന്ന് കടന്നു വരും 15 ദിവസം ക്വാറന്റൈനിൽ ഇരിക്കണം. तो हमारा घर यहाँ, हमारा जो क्वार्टर्स का रूम यहाँ है, तो मेरा पापा मम्मी नेक्स्ट घर में वो लोग क्वारंटाइन में है। ഞങ്ങളുടെ ക്വാർട്ടേഴ്സിൽ ഞങ്ങളുടെ റൂം ഇവിടെ ആണെങ്കിൽ അടുത്ത റൂമിൽ തന്നെ എൻ്റെ പപ്പായും മമ്മിയും ക്വാറന്റൈനിൽ ഇരിക്കാനിടയായി. तो हम लोग जो बीमार थे, हम लोग हॉस्पिटल में गए, हमने दिखाया, दवाई लिया, मगर उसमें कुछ फर्क नहीं गिरा। ഞങ്ങൾക്ക് പനി ഉണ്ടായിരുന്നു, രോഗിയായി തീർന്നു, ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് വാങ്ങിച്ചു, എന്നാൽ അതിലൊന്നും ഒരു ഫലവും കണ്ടില്ല. मेरे दोनों बच्चों को परमेश्वर ने पूरी तरीके से चंगाई दी। എൻ്റെ 2 കുഞ്ഞുങ്ങൾക്ക് കർത്താവ് നന്നായിട്ട് സൗഖ്യം കൊടുത്തു. जैसे ही वो लोग ठीक हो गए, दोनों को पापा मम्मी के पास मैंने बाजू के रूम में दे दिया। അവർക്ക് സൗഖ്യമായതിനു ശേഷം ഞാൻ എൻ്റെ പപ്പായുടെ മമ്മിയുടെ അടുക്കലേക്ക് അവരെ അയച്ചു. लेकिन मैं ये सोचा कि अब मुझे मेरे हस्बैंड को देखना, बिकॉज मेरे हस्बैंड का जो हेल्थ है ना, वो थोड़ा डिटोरेट होते जा रहा है। ഞാൻ പോയില്ല, കാരണം എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെ നോക്കണമായിരുന്നു, കാരണം അദ്ദേഹത്തിന്റെ കണ്ടീഷൻ അല്പം താണു വരികയായിരുന്നു. वो बेड रिडन नहीं थे, बट जिस तरीके से वो एक्टिवली जाते थे वो चीजें कम होती जा रही थी। നേരത്തെ എത്രമാത്രം അദ്ദേഹം ആക്റ്റീവ് ആയിരുന്നു അത്രയും ആക്റ്റീവ് അല്ല, അങ്ങനെ ഒരു അവസ്ഥയിലേക്കായിരുന്നു. तो मैं इनको खाना वगैरह देने के बाद मैं अपना ज़िंदगी का लाइव अवस्था बता रही हूँ। मैं ऐसी चेयर में बैठती थी, एक टेकने वाला एक चेयर था, उसमें मैं बैठा करती थी। എൻ്റെ ഹസ്ബൻഡ് ആഹാരം കൊടുത്തതിന് ശേഷം ഇങ്ങനെ ചാരി കിടക്കുന്ന ഒരു ചെയർ ഞാൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. जिंदगी का अवस्था ऐसा हो गया था कि क्या प्रार्थना करना है मुझे पता नहीं। എൻ്റെ ജീവിതത്തിലെ അവസ്ഥ അങ്ങനെയായി തീർന്നു, എന്താണ് പ്രാർത്ഥിക്കേണ്ടത് ഞാൻ അറിഞ്ഞില്ല. मैं वो फैन की तरफ देख के मेरे आंखों से सिर्फ आंसू गिरते थे। ആ ഫാനിലേക്ക് നോക്കി ഞാൻ ഇരുന്നപ്പോൾ എൻ്റെ കണ്ണുനീർ വീഴുകയായിരുന്നു. किसको क्या बोलने का? बाजू में पापा मम्मी है, मैं उनको नहीं बोल सकती। अंदर हस्बैंड है, मैं उनको नहीं बोल सकती। बच्चे 2 छोटे, उनको नहीं बोल सकती। किसको बोलना है अब? ഞാനിങ്ങനെ ചിന്തിച്ചു, അടുത്ത റൂമിൽ തന്നെ എൻ്റെ പപ്പായും മമ്മിയുണ്ട്, അടുത്ത ഹസ്ബൻഡുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, എനിക്ക് ആരോടൊന്നും പറയാൻ കഴിയുകയില്ല. मैं आज विश्वास करती हूँ, मेरे आंसुओं को स्वर्ग ने देखा है। ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു, എൻ്റെ ആ കണ്ണുനീരിനെ സ്വർഗം കണ്ടു. जो तुम्हारा लफ्ज बयान नहीं कर सकता ना, वो बातें भी प्रभु जानता है। നമ്മുടെ നാവിൽ നിന്ന് വരാത്ത കാര്യങ്ങളെ പോലും, ഉച്ചരിക്കാത്ത കാര്യങ്ങളെ പോലും എല്ലാം നമ്മുടെ കർത്താവ് അറിയുന്നു. अप्रैल 20 तारीख को करीबन रात के 3 बजे मेरे हस्बैंड ने मुझे आवाज दिया। ഏപ്രിൽ 20-ാം തീയതി രാത്രി 3 മണിക്ക് എൻ്റെ ഭർത്താവ് ഹസ്ബൻഡ് എന്നോട് വിളിക്കുവാനിടയായി. हमारा 7.5 साल हो गया था शादी होके। उन्होंने कभी मुझे बोला नहीं है कि हॉस्पिटल जाना है, ऐसा वेरी फर्स्ट वर्ड बोला, जरन तू एम्बुलेंस को बुला। ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 7.5 വർഷം കഴിഞ്ഞ് ഇതുവരെയും എൻ്റെ ഭർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ടില്ല വയ്യ എന്ന്. അദ്ദേഹം പറഞ്ഞു, ജെറി എനിക്ക് തീരെ വയ്യ, ആംബുലൻസ് വിളിക്കുമെന്ന്. जब उन्होंने एम्बुलेंस बुला बोला, मैं समझ गई
चीजें हाथ से निकल गया है कर। ആംബുലൻസ് വിളിക്കുക എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയി എന്ന്. मैंने सैचुरेशन देखा तो 65 पहुंच चुका है ഞാൻ saturation। അദ്ദേഹത്തിന്റെ സാച്ചുറേഷൻ നോക്കിയപ്പോൾ 65 ആയിരുന്നു. अभी हमको हमारे जगह पर दिखाने के लिए कोई जगह नहीं है, अब बचा है तो भोपाल है अब जाना, ഞങ്ങളുടെ ആ സ്ഥലത്ത് കാണിക്കാൻ ഇനി ഒരു സ്ഥലവുമില്ല, ഇനി വേണമെങ്കിൽ ഭോപ്പാലിൽ കടന്നു പോകണം. क्योंकि उन दिनों का जो दृश्य था बहुत पैथेटिक डेज थे वो लाइफ के। ആ സമയത്തെ ആ ദൃശ്യം വളരെ ഭയാനകമായിരുന്നു. क्योंकि हर इंसान अपने जान के लिए दौड़ रहा है उस वक्त। ഓരോ വ്യക്തികൾ ഓരോ മനുഷ്യനും അവരുടെ ജീവന് വേണ്ടി നെട്ടോട്ടം ഓടുന്ന സമയം. एम्बुलेंस खड़ा है, चलाने के लिए कोई नहीं, क्योंकि उनको भी अपनी जान प्यारी है। ആംബുലൻസ് ഉണ്ട്, പക്ഷെ അത് ഓടിക്കുവാൻ ആളില്ല, കാരണം അദ്ദേഹത്തിന് ജീവൻ വേണമായിരുന്നു, മരണഭീതി ഉണ്ടായിരുന്നു. सबने अपना हॉस्पिटल्स क्लोज कर दिया हमारे एरिया पे। ഞങ്ങളുടെ ഏരിയയിൽ അവിടെ ഉള്ളവരെല്ലാം അവരെ ഹോസ്പിറ്റലിൽ അടച്ചു കഴിഞ്ഞു. तो मैं और मेरे हस्बैंड हमारे कॉलेज के 2 भाई लोग मिलके गाड़ी लेके हम लोग 4.5 घंटे का दूरी है, हम लोग भोपाल गए उस दिन रात ഞാനും ഹസ്ബൻഡ് കോളേജിലുള്ള രണ്ടുപേരും ചേർന്നിട്ട് അവിടുത്തെ വണ്ടി എടുത്തിട്ട് ഭോപ്പാലിലേക്ക് പോകാനിടയായി. तो हम लोग पहला जहाँ पे पहुंचे वो एक प्राइवेट हॉस्पिटल था, उन्होंने हमको लिया नहीं। ഞങ്ങൾ ആദ്യം എത്തിയത് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്, അവിടെ ഉള്ളവർ ഞങ്ങളെ സ്വീകരിച്ചില്ല. हम लोग फिर एक पीपल्स यूनिवर्सिटी बोल के गवर्नमेंट एड हॉस्पिटल है, वहां पर इनके लिए बेड डाला गया। അതിനുശേഷം ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഉണ്ട്, അവിടെ പോയി എന്റെ ഹസ്ബൻഡിന് വേണ്ടി അവിടെ ബെഡ് കിട്ടുവാനിടയായി. तो मैं प्रेग्नेंट थी इसलिए मैं गाड़ी में थी, मुझे स्ट्रिक्टली बोला है गाड़ी से बाहर आप निकलना नहीं करके। ഞാൻ പ്രഗ്നന്റ് ആയതുകൊണ്ട് ഞാൻ വെളിയിൽ ഇറങ്ങിയില്ല, കാരണം എന്നോട് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെളിയിൽ ഇറങ്ങരുത്. तो मेरे हस्बैंड व्हील चेयर में नहीं ना स्ट्रेचर में है, पैदल चल के कोविड वार्ड में घुसते जाते हुए मैंने देखा। എന്റെ ഹസ്ബൻഡ് വീൽ ചെയറിലല്ല സ്ട്രെച്ചറിലല്ല നടന്നു പോകുന്നത്, കോവിഡ് വാർഡിലേക്ക് പോകുന്നത് എന്റെ കണ്ണുകൊണ്ട് കണ്ടു. तो जैसे मैं उनको देख रही हूँ, उसकी जस्ट बाजू में मैं लाइफ में फर्स्ट टाइम डेड बॉडीज देख रही हूँ जो कोविड से मरे हुए लोग हैं, पूरा व्हाइट कलर के प्लास्टिक में रैप करके उनको बाहर लेके आ रहे। ഞാൻ അദ്ദേഹത്തെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കണ്ടു അനേക ഡെഡ് ബോഡീസ് വെള്ള തുണിയിൽ പൊതിഞ്ഞ് വെളിയിലേക്ക് കൊണ്ടുവരുന്നത്. इतना टाइम जो डर नहीं था ना, वो डेड बॉडीज देख के मेरे पैरों तले जमीन खिसक गया। അത്രയും നേരം എനിക്ക് ഒരു ഭയവുമില്ല, എന്നാൽ ഡെഡ് ബോഡീസ് ഒക്കെ കണ്ടപ്പോൾ എന്റെ ഉള്ളിലേക്ക് ഒരു ഭയം കടന്നു വരികയായി. डर ये आया कि क्या मेरे हस्बैंड अब वापस आएंगे क्या? എന്റെ മനസ്സിൽ കടന്നു വന്ന ഭയം ഇതായിരുന്നു, ഈ നടന്നു പോകുന്ന ഹസ്ബൻഡ് ഇനി മടങ്ങി വരുമോ എന്ന്. मैं कभी किसी इंसान के सामने रोना पसंद नहीं करने वाली एक व्यक्ति हूँ, ഞാൻ ഒരിക്കലും ഒരു വ്യക്തിയുടെ മുന്നിൽ കരയാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല. मगर उस दिन मैं ना जाने हुए मेरे आंखों से मैं रोने लगी गाड़ी में बैठ के। എന്നാൽ അന്ന് ഞാൻ പോലും അറിയാതെ വണ്ടിയിൽ നിന്ന് ഞാൻ വളരെ കരയാനിടയായി. तो जो साथ में आए भाई लोग थे, वो लोग मुझे बोले सिस्टर रिजो ब्रदर आएंगे वापस। എന്റെ കൂടെ വന്ന ആ രണ്ട് സഹോദരന്മാർ പറഞ്ഞു, സിസ്റ്റർ കരയണ്ട, റിജോ ബ്രദർ ഇതുപോലെ തന്നെ മടങ്ങി വരും. मुझे भी कोविड के सारे सिम्टम्स मेरे बॉडी में भी उस वक्त है। ആ സമയത്ത് എന്റെ ശരീരത്തിൽ കോവിഡിന്റേതായ എല്ലാ ലക്ഷണവും ഉണ്ടായിരുന്നു. मैं मानसिक तरीके से, शारीरिक तरीके से, हर तरीके से मैं थक चुकी थी जिंदगी से। മാനസികമായിട്ട് ശാരീരികമായിട്ട് ഞാൻ എന്റെ ജീവിതത്തിൽ വളരെ തകർന്ന അവസ്ഥയിൽ കൂടി കടന്നു പോകും. जीना है मरना है, ऐसा एक डेड भरा हुआ एक माइंड से मैं उस टाइम हो चुकी थी। ജീവിക്കണോ മരിക്കണോ അങ്ങനെയുള്ള അങ്ങനെ ഒരു മനസ്സിൽ കൂടിയാണ് ഞാൻ കടന്നുപോയത്. तो मेरा भी RT-PCR दिया हुआ था वहाँ पे। എന്റെ അവിടെ RT-PCR ചെയ്തു. तो सर ने बोला है सिस्टर आप भी टेस्ट करा के ही आना, क्योंकि यहाँ अपने यहाँ कोई फैसिलिटीज नहीं है अभी। കോളേജിൽ വിട്ടപ്പോൾ അവിടുത്തെ സർ പറഞ്ഞു, സിസ്റ്റർ നീയും ടെസ്റ്റ് ചെയ്തിട്ട് വരണം, കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിനുള്ള ഫെസിലിറ്റീസ് ഒന്നുമില്ല. तो वहाँ पे होटल में एक रूम लिया, हम लोग वो नाइट वहाँ पे स्टे किए। मैं मेरे हस्बैंड से कंटिन्यू कम्युनिकेशन में हूँ। ആ രാത്രിയിൽ ആ നൈറ്റിൽ അവിടെ ഹോട്ടൽ റൂം എടുത്തു. ഞാൻ അന്ന് ഹസ്ബൻഡ് രാത്രിയിലൊക്കെ ഫോൺ ചെയ്ത് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. तो जो समय जा रहा है, लास्ट कॉल था 10-12 को वीडियो कॉल मैंने किया। ലാസ്റ്റ് 10-12 ഞങ്ങൾ വീഡിയോ കോളും ചെയ്തു. तो वो मेरे को देखा, जो पहला देखा हुआ इंसान नहीं है वो, उनके मुंह में मास्क वगैरह कुछ नहीं है। मुझे बोल रहे इनके भैया इनके उट्टुम भैया बोल रहे मुझे। എന്നോട് ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞു, मेरा तबीयत ठीक नहीं है करके बोला. मतलब मेरा हालत बहुत खराब होते जा रहा है, मुझे ठीक नहीं है करके। എനിക്ക് ഒട്ടും വയ്യ, തീരെ വയ്യ എന്ന് എൻ്റെ ഹസ്ബൻഡ് अब പറയുന്നുണ്ട്. उनको देख के क्या बोलना है? मैं बोली कोई नर्स है, उनको 2 फोन में बात करती हूँ, मगर वो मेरी बातें सुनने के स्थिति में नहीं थे। ഞാൻ എന്താണ് പറയേണ്ടത്? ഞാൻ പറഞ്ഞു, അടുത്ത് നഴ്സുമാരുണ്ട്, ഫോൺ കൊടുക്കും, ഞാൻ സംസാരിക്കാം. എന്നാൽ ഞാൻ പറയുന്നൊന്നും കേൾക്കാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ലായിരുന്നു അദ്ദേഹം. उन्होंने फोन कट कर दिया। അദ്ദേഹം ഫോൺ അവിടെ കട്ട് ചെയ്യാനിടയായി. मैं ये सोच के रात भर रो रही हूँ, मैं प्लानिंग कर रही हूँ नेक्स्ट डे मॉर्निंग होगा तो मेरे हस्बैंड को वहाँ से शिफ्ट करना है। ഞാനിങ്ങനെ ഇത് ചിന്തിച്ച് രാത്രിയിലെല്ലാം കരഞ്ഞുകൊണ്ടിരുന്നു. ഇങ്ങനെ പ്ലാൻ ചെയ്തു. അടുത്ത മോർണിംഗിൽ എൻ്റെ ഹസ്ബൻഡിനെ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. मैंने सोचा हैदराबाद के पेरेंट्स पापा मम्मी को बोल के या तो
एयरलिफ्ट करेंगे या पापा मम्मी को यहाँ बोल के यहाँ से एयरलिफ्ट करेंगे. ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തു. പപ്പായും മമ്മി ഹൈദരാബാദിലുണ്ട്, ഒന്നിൽ അവിടേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്ന്. मॉर्निंग हो गया, सुबह उठते ही मैं अचाचन को कॉल कर रहे हैं. രാവിലെ എഴുന്നേറ്റ ഉടനെ ഞാൻ എൻ്റെ ഹസ്ബൻഡ് ഫോൺ वो ചെയ്തു. कॉल नहीं उठा रहे. അദ്ദേഹം കോൾ എടുത്തില്ല. तो मेरे को बोला रिजो का अवस्था ऐसी ही रहेगा तो हम लोग वेंटिलेटर में डालेगा. ഡോക്ടർമാർ നേരത്തെ പറഞ്ഞു റിജോയുടെ അവസ്ഥ ഇതാണെങ്കിൽ ഞങ്ങൾ വെന്റിലേറ്റർ तो ഷിഫ്റ്റ് मेरे अंदर है कि उनको वेंटिलेटर में डाला होगा इसलिए कॉल नहीं उठा ഞാൻ रहे. ഇങ്ങനെ ചിന്തിച്ചു, അദ്ദേഹത്തെ ചിലപ്പോൾ വെന്റിലേറ്റർ ഇട്ടുകയാണ്, അതുകൊണ്ടാണ് കോൾ എടുക്കാത്തത്. बहुत देर के बाद मेरे मदर इन लॉ का कॉल आया, मुझे पूछा रिजो बुलाया. मैंने बोला नहीं ठीक है वो बाद में बुलाएगा ऐसा. അതിനുശേഷം എൻ്റെ മദറിനെ ഫോൺ ചെയ്തിട്ട് ചോദിച്ചു, റിജോ വിളിച്ചോ? ആ കുഴപ്പമില്ല, കുറച്ച് സമയത്തിന് ശേഷം വിളിക്കുമെന്ന് പറഞ്ഞു. मेरे मम्मी पापा को कॉल किया तो मेरा पापा उठाया. बैकग्राउंड में मेरा माँ जोर जोर से रोने का आवाज मुझे सुनाई दे रहा है. എൻ്റെ മമ്മിയും പപ്പായും ഫോൺ ചെയ്തു. അന്നേരം പപ്പ സംസാരിക്കുമ്പോൾ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ കേൾക്കുന്നു മമ്മി ഉറക്കെ നിലവിളിച്ച് കരയുന്നതായിട്ട്. तो मम्मी का आवाज सुन के मैं पूछा भी कि मम्मी ऐसा क्यों रो रहा है पापा करके. മമ്മിയുടെ ഈ സൗണ്ട് കേട്ട് ഞാൻ പപ്പാട് ചോദിച്ചു, എന്തുകൊണ്ടാണ് മമ്മി ഇങ്ങനെ കരയുന്നത്? पापा कुछ बोला नहीं, कट कर दिया. പപ്പായി ഒന്നും പറഞ്ഞില്ല, കട്ട് ചെയ്തു ഫോൺ. तो जब ऐसा चीजें हो रहा है, कोई कुछ बता नहीं रहा है, मेरा जो एंग्जाइटी लेवल बढ़ते जा रहा है. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്നോട് എൻ്റെ അടുത്ത് ഇങ്ങനെ ഉണ്ടായപ്പോൾ എൻ്റെ ആങ്സൈറ്റി ലെവൽ കൂടുകയും ഞാൻ കരയുവാനും तो തുടങ്ങി. मेरे को ऐसा है कि ये इंसान है या नहीं, बस इतना बता दो. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, അദ്ദേഹം ഉണ്ടോ ഇല്ലയോ അത്ര മാത്രം എന്നോട് मगर कोई कुछ भी नहीं. मैं जितने लोगों को कॉल कर रहा है, मैं रेस्टलेस होके कॉल कर रहा है, कोई रेस्पॉन्ड नहीं कर रहा है मेरे को. ഞാൻ അനേകരെ അവിടെ ഇരുന്ന് റെസ്റ്റ്ലെസ്സിലായി വിളിക്കുവാനിടെ, പക്ഷെ ആരും എനിക്ക് ഉത്തരം തരുന്നില്ല. मैंने जैसे कहा 2 भाई लोग आए थे, वो लोग जस्ट नीचे वाले रूम में वो लोग थे, मैं ऊपर थी. ഞാൻ ആദ്യം പറഞ്ഞില്ല, എൻ്റെ കൂടെ 2 സഹോദരന്മാർ ബൈബിൾ കോളേജിൽ കടന്നു വന്ന് അവർ താഴത്തെ റൂമിലുണ്ടായിരുന്നു. मैं भाग के जाके पूछा ब्रदर मेरे हस्बैंड का कुछ, तो बोला सिस्टर अभी अपन को जाना है हॉस्पिटल में, आप चिंता मत करो ऊपर जाओ. ഞാൻ അവരോട് ചോദിച്ചു എൻ്റെ ഹസ്ബൻഡ് എങ്ങനെയുണ്ട്. അന്നേരം ആ സഹോദരന്മാർ പറഞ്ഞു, സിസ്റ്ററെ വിഷമിക്കേണ്ട, നമ്മൾ അങ്ങോട്ട് പോവുകയാണിപ്പോൾ. जैसे मैं ऊपर गई, आई अंडरस्टूड इन माई स्पिरिट कुछ तो हुआ है मगर कोई कुछ बता नहीं रहा है. ഞാൻ ആത്മാവിൽ എനിക്ക് മനസ്സിലായി എന്തൊക്കെയോ സംഭവിച്ചു എന്ന്. मैंने जैसे आप लोग से कहा, मैं एक विश्वासी परिवार में जन्म लिया है, मैंने संडे स्कूल पढ़ा है. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ വിശ്വാസ കുടുംബത്തിലാണ് ജനിച്ചത്, സൺഡേ സ്കൂൾ പഠിച്ചാണ് ഞാൻ വളർന്നത്. एक टाइम में चर्च की मैं एक्टिव मेंबर थी. ആ സമയത്ത് ഞാൻ ചർച്ചിൽ നല്ല ആക്റ്റീവായിട്ടുള്ള മെമ്പർ ആയിരുന്നു. मैंने 4 साल बाइबल कॉलेज में पढ़ा है. ഞാൻ 4 വർഷം ബൈബിൾ കോളേജിൽ പഠിച്ചു. 7.5 year हस्बैंड के साथ मैं मिनिस्ट्री फील्ड में खड़ी थी. 7.5 വർഷക്കാലം ഹസ്ബൻഡിനോട് കൂടെ ഞാൻ മിനിസ്ട്രി ചെയ്ത വ്യക്തിയാണ്. मगर जिंदगी के ऐसे अवस्था में प्रभु लाके खड़ा किया कि प्रभु तू कहाँ है. ജീവിതത്തിന്റെ ഇങ്ങനൊരു അവസ്ഥയെ കർത്താവിനെ നിർത്തി, കർത്താവേ നീ എവിടെയാണ്? हम वचन में से बोलते हैं he will never leave you, he will never forsake you. Am I right? നമ്മൾ ദൈവവചനം വായിക്കുന്ന കർത്താവ് ഒരിക്കലും നമ്മളെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുമില്ല. जिंदगी में पहली बार मैंने उस कमरे में ऑडिबल वॉइस सुना that I will never leave you, I will never forsake you, I will never leave you as an orphan. ആ ദിവസത്തിൽ തന്നെ ഞാൻ കർത്താവിൻ്റെതായ ശബ്ദം കേൾക്കുവാനിടയായി, ഞാൻ ഒരിക്കലും നിന്നെ കൈവിടുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല, അനാഥമായി കൈവിടുകയില്ല. मैंने मेरा पापा को कॉल करके पूछा, पापा कुछ भी हो बात टेल मी. ഞാൻ എൻ്റെ പപ്പായോട് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, എന്താണ് സംഭവിച്ചതെന്ന് എന്നോട് പറയുക. पापा बहुत एनकरेजिंग वर्ड्स बोलने के बाद लास्ट में बोला, बेटा रिजो अभी नहीं है. വളരെ എന്നെ എൻകറേജ് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞ ശേഷം അവസാനം എൻ്റെ പപ്പ പറഞ്ഞു, റിജോ ഇനി ഇല്ല എന്ന്. जैसे मैंने आपसे कहा, I heard ऑडिबल वॉइस ऑफ जीसस. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, കർത്താവിന്റെ ആ ശബ്ദം ഞാൻ കേട്ടതുപോലെ. मैंने कई लोग को सुना है बोलते हुए कि यीशु बात किया है, मगर मैं आज एक लिविंग टेस्टिमनी हूँ, यीशु बात करता है. അനേകർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, കർത്താവ് സംസാരിച്ചു, എന്നാൽ ജീവിക്കുന്ന ഒരു സാക്ഷ്യമാണ് കർത്താവ് എന്നോട് സംസാരിച്ചു എന്ന് പറയുന്നത്. दावीद कहता है कि मैं मृत्यु के तराई में से चल के जाएगा तो भी तू वहां है. ദാവീദ് പറയുകയാണ്, മരണത്തിന്റെ താഴെ കൂടി കടന്നു പോയാൽ ഞാൻ നിന്നോട് കൂടെയുണ്ട്. वचन बोलना आसान है, मृत्यु के तराई में जब खड़े रहेंगे ना, अनुभव करना ही जिंदगी का श्रेष्ठ अनुभव है प्रभु यीशु में. വചനം പറയുമ്പോൾ വളരെ എളുപ്പമാണ്, എന്നാൽ ആ മരണത്തിന്റെ താഴ്വര കൂടി കടന്നു പോകുന്നത് വളരെ ശ്രേഷ്ഠമായ അനുഭവമാണ്. तो मेरे हस्बैंड का डेथ हो गया, मुझे पता चल गया, फ्यूनरल सर्विस हो गया और होने के बाद पता चला मैं कोविड पॉजिटिव हूँ. എൻ്റെ ഭർത്താവ് മരിച്ചു പോയെന്ന് എനിക്ക് മനസ്സിലായി. ഫുണറിന് ശേഷം എനിക്ക് മനസ്സിലായി ഞാനും കോവിഡ് പോസിറ്റീവ് ആണെന്ന്. अब मुझे मरने से डर नहीं है. ഇനി എനിക്ക് മരിക്കാൻ ഭയമില്ല. तो क्योंकि ये सब देख के आई अंडरस्टूड दैट लाइफ इतना ही है. ഇതെല്ലാം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ജീവിതം ഇത്രയേ ഉള്ളൂ. क्योंकि कोविड डेज में जो लाइव देखा ना, जिसने भी देखा है वो जानता है कि जिंदगी इतना ही है. ആ കോവിഡ് സമയത്ത് ജീവിതം കണ്ട ആ അനുഭവങ്ങൾ കണ്ടവർക്ക് മനസ്സിലാവും ജീവിതം ഇത്ര മാത്രമേ ഉള്ളൂ. Your money will never last. നമ്മുടെ പൈസ ഒന്നും അവസാനിക്കുന്നില്ല. Your beauty will never last. നമ്മുടെ സൗന്ദര്യം നിലനിൽക്കില്ല. जो जिम करते हैं ना, it will also never last. നമ്മൾ വലിയ എക്സസൈസ് ചെയ്ത് ജിം ചെയ്ത് അതൊന്നും നിലനിൽക്കില്ല. कुछ भी नहीं स्थिर है यहाँ पे. ഒന്നും നിലനിൽക്കില്ല ഈ ലോകത്ത്. सिर्फ एक ही चीज स्थिर
सिर है वो प्रभु यीशु में है, സ്ഥിരമായിട്ടുള്ളത് ഒന്ന് യേശു ക്രിസ്തുവിൽ क्योंकि മാത്രമാണ്. अगर मरना तो निश्चय है, മരിക്കുക എന്നുള്ളത് വളരെ ഉറപ്പായ കാര്യമാണ്. നമ്മുടെ मगर ലോകത്ത്. कहाँ जा रहे हैं वो सोचने वाली बात है. മരണശേഷം നമ്മൾ എങ്ങോട്ട് പോകും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. I understood that मरना तो है ही, എനിക്ക് മനസ്സിലായി മരിക്കണം ഒരു ദിവസം. मगर मैं यीशु के पास जाऊंगी. എന്നാൽ എനിക്ക് മരിക്കുമ്പോൾ എന്റെ യേശുവിന്റെ അടുക്കൽ പോകണം. तो मैं गाड़ी में बैठी तो मेरे लिए कॉल्स जा रहा है उज्जैन तक, कोई भी हॉस्पिटल मुझे लेने को तैयार नहीं है अब. ഞാൻ ആ വണ്ടിയിൽ കയറിയിരുന്നു. എനിക്ക് വേണ്ടി പല ഹോസ്പിറ്റലിലും കോള് പോയി, പക്ഷെ ആരും എന്നെ സ്വീകരിക്കാൻ റെഡിയല്ല. रीजन ये है मेरा 4th प्रेगनेंसी है, 4th C सेक्शन है, मैं कोविड पॉजिटिव हूँ. റീസൺ ഇതാണ്, എന്റെ 4th പ്രഗ്നൻസി ആണ്, എന്റെ 4th സിസേറിയൻ സെക്ഷൻ ആണ്, അതിനോടൊപ്പം ഞാൻ കോവിഡ് പോസിറ്റീവുമാണ്. मतलब हाई रिस्क प्रेगनेंसी पेशेंट हूँ मैं. അതിന്റെ അർത്ഥം ഹൈ റിസ്ക് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ആണ് ഞാൻ. അപ്പോൾ कोई भी तुम्हें नकारे, स्वर्ग तुम्हें कभी नहीं नकारेगा. ആരെല്ലാം നിങ്ങളെ നിരസിച്ചാലും ദൈവം നിങ്ങളെ ഒരിക്കലും കൈവിടുകയില്ല, अगर यहाँ നിരസിക്കുകയില്ല. पे कोई भी रोगी होकर सुन रहा है मुझे, ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും രോഗത്തോടെ എന്നെ കേൾക്കുന്നുവെങ്കിൽ मेडिकल साइंस तुम्हारे लिए कितना भी बड़ा रिपोर्ट बनाने दो, മെഡിക്കൽ സയൻസ് നിങ്ങൾക്ക് വേണ്ടി എത്ര വലിയ റിപ്പോർട്ട് ഉണ്ടാക്കിയാലും तुम्हें सृष्टि किया हुआ प्रभु यीशु को पता है तुम्हें कहाँ दिक्कत है और कब चंगाई देना है. നിങ്ങളെ സൃഷ്ടിച്ച കർത്താവിനറിയാം നിങ്ങൾക്ക് എവിടെയാണ് പ്രശ്നം, നിങ്ങളെ സൗഖ്യമാക്കണം എന്നുള്ളത്. मगर एक चीज प्रभु हमसे एक्सपेक्ट करता है, എന്നാൽ അപ്പോഴെല്ലാം കർത്താവ് നമ്മളിൽ നിന്ന് ഒരു കാര്യം ആഗ്രഹിക്കുന്നു. अगर मस्टर्ड सीड जैसा भी तुझे विश्वास है ना, കടുകുമണിയോളം നമുക്ക് വിശ്വാസമുണ്ട് എങ്കിൽ God will come down for you. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുവാനിടയാണ്. मैं उस गाड़ी में बैठ के गॉड को बोला ये लोग सब रिजेक्ट किया तो भी गॉड नहीं रिजेक्ट करेगा. ഞാൻ ആ വണ്ടിയിൽ ഇരുന്ന് പറഞ്ഞു, ഈ ഹോസ്പിറ്റലുകാരെല്ലാം എന്നെ റിജക്ട് ചെയ്താലും കർത്താവ് നീ എന്നെ റിജക്ട് ചെയ്യില്ല. मैंने गाड़ी में बैठ के बोला गॉड 2 छोटे बच्चे मेरे घर पर है, दे डजंट नो कि पापा अब नहीं है. ഞാൻ വണ്ടിയിൽ ഇരുന്നപ്പോൾ കർത്താവിനോട് കർത്താവേ എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, അവർ ഇന്ന് അറിയുന്നില്ല അവരുടെ പപ്പ ഇന്ന് ഇവിടെ ഇല്ല എന്ന്. मैं भी अगर घर नहीं गया मेरा बच्चा लोग अनाथ हो जाएगा. ഞാൻ വീട്ടിൽ കടന്നു പോയില്ലെങ്കിൽ എന്റെ കുഞ്ഞുങ്ങൾ രണ്ടുപേരും അനാഥരായി പോകും. I took a big step of faith in my life that എന്റെ day. ജീവിതത്തിൽ വലിയൊരു വിശ്വാസ സ്റ്റെപ്പ് ഞാൻ അപ്പോൾ मैं എടുക്കുവാനിടയായി. गॉड को बोला in my very young age I gave my life to you. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് എന്റെ വളരെ ചെറിയ പ്രായത്തിൽ എന്റെ ജീവിതം ഞാൻ നിനക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടവളാണ്. I know that you have called me with a purpose. എനിക്കറിയാം കർത്താവ് നീ എന്നെ വിളിച്ചത് വളരെ വലിയൊരു പർപ്പസോട് കൂടിയാണ്. अगर आपका पर्पस खत्म हो गया है then I surrender. കർത്താവെ ആ പർപ്പസ് എന്റെ പർപ്പസ് ഈ ഭൂമിയിൽ തീർന്നെങ്കിൽ കർത്താവ് എന്നെ വിളിച്ചാട്ടെ. अगर नहीं हुआ है then you have to heal me. ആ പർപ്പസ് തീർന്നില്ല എങ്കിൽ കർത്താവെ എന്നെ ജീവിക്കാൻ അനുവദിക്കണം. मैं उस दिन मैंने जितने लोग मेरे लिए बात कर रहे थे मैंने बोला कि प्लीज़ कहीं भी हॉस्पिटल्स में कॉल मत करो, मैं क्वारंटाइन रहूँगी 10 days और मैं घर में रहूँगी, ऐसे मैंने उनसे कहा. ഞാൻ എന്നോട് സംസാരിച്ചോടൊക്കെ ഞാൻ പറഞ്ഞു, ഇനി നിങ്ങളൊരു ഹോസ്പിറ്റലിൽ ഫോൺ ചെയ്യേണ്ട, ഞാൻ 10 ദിവസം റൂമിൽ പോയി ക്വാറന്റൈൻ ആയിരിക്കാം. नॉर्मली अगर हमारे घर में किसी का भी देहांत होता है നോർമലായിട്ട് നമ്മുടെ ഭവനത്തിൽ ആരെങ്കിലും ലോകം വിട്ട് കടന്നുപോയി കഴിഞ്ഞാൽ तो हमारे रिलेटिव्स, हमारे माता पिता या फिर we always need people with us. ആ ദുഃഖത്തിലായിരിക്കുന്ന വ്യക്തിയോട് കൂടെ എപ്പോഴും നമ്മുടെ മാതാപിതാക്കളോ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ടായിരിക്കും. मगर मेरा अवस्था ऐसा नहीं था. എന്നാൽ എൻ്റെ അവസ്ഥ അങ്ങനെയല്ലായിരുന്നു. मैं उस रूम में जब घुस के गई ना, मेरे पापा मम्मी होने के बावजूद भी वो मेरे पास नहीं आ सकते, मेरे 2 बच्चे भी मेरे पास नहीं आ सकते, मेरे पास कोई भी नहीं आ सकता. ഹോസ്പിറ്റലിൽ നിന്ന് റൂമിലേക്ക് കടന്നു വന്നതിന് ശേഷം എൻ്റെ പപ്പ മമ്മി അടുത്തുണ്ട്, പക്ഷെ അവർക്ക് വരാൻ കഴിയുകയില്ല. കുഞ്ഞുങ്ങൾ അടുത്തുണ്ട്, അവർക്ക് വരാൻ കഴിയുകയില്ല. അങ്ങനെ ആരും വരാത്ത അവസ്ഥയിൽ ഞാൻ അവിടെ ആ റൂമിലായിരുന്നു. But let me tell you, I experienced Jesus every single day. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഓരോ സെക്കൻഡിലും ഞാൻ എൻ്റെ കർത്താവിനെ അവിടെ അനുഭവിച്ചു കൊണ്ടേയിരുന്നു. God told me that day, Jarin, don't look at the loss. ദൈവം എന്നോട് പറഞ്ഞു, ജെറിനെ നീ നിന്റെ നഷ്ടത്തെ നീ നോക്കണ്ട, You look into the life which जो तेरे पेट के अंदर है. നിന്റെ ഉദരത്തിലുള്ള ആ ജീവിതത്തെ നീ നോക്കുക, ആ ജീവനെ നോക്കുക. मुझे प्रेयर क्या करना है पता नहीं, मैं बोला गॉड मेरे लंग्स को और मेरे यूट्रस को दोनों को मैं तेरे हाथ में दे रही हूँ. എനിക്ക് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയില്ല. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് എന്റെ ലങ്സിനെ എന്റെ യൂട്രസിനെ എല്ലാം കർത്താവിന്റെ കാര്യങ്ങളിൽ സമർപ്പിക്കുന്നു. बस यही 2 चीज मैं प्रेयर करती थी उस ഈ दिन. 2 കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ അന്ന് പ്രാർത്ഥിച്ചത്. एक दिन 4 दिन होने के बाद बहुत निराशा आया दिल में, 4 ദിവസത്തിന് ശേഷം വളരെ നിരാശ എന്റെ ജീവിതത്തിൽ और मैं रो रो के बोली निराशा इसलिए आया क्योंकि 7.5 साल मेरे हस्बैंड के साथ सेवकाई किया. നിരാശ വന്നത് ഇതുകൊണ്ടാണ്. 7.5 വർഷം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോടൊപ്പമാണ് ശുശ്രൂഷ ചെയ്തത്. मैं गॉड को पूछा अभी अचाचन तो नहीं, अब मैं कैसे मिनिस्ट्री ഞാൻ करूं. കർത്താവിനോട് ചോദിച്ചു, കർത്താവ് എൻ്റെ അച്ചാച്ചൻ ഇല്ല, ഞാൻ ഇനി എങ്ങനെ മിനിസ്റ്റർ ചെയ്യും? गॉड मुझसे उस दिन बात किया, കർത്താവ് എന്നോടന്ന് സംസാരിച്ചു. जरन मैंने तुझे सेवकाई के लिए बुलाया, रिजो से शादी करने के बाद नहीं बुलाया. ഞാൻ കർത്താവിനോട് പറഞ്ഞു, ജെറിനെ ഞാൻ നിന്നെ ശുശ്രൂഷയ്ക്ക് വിളിച്ചത് ജെറിനുമായിട്ട് വിവാഹത്തിന് ശേഷമല്ല, അതിന് മുൻപെയാണ്. तो मेरे मम्मी के कोख में जन्म लेने से पहले प्रभु ने मुझे देखा है. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ജനിക്കുന്നതിന്
ചെയ്യുന്നതിന് മുന്നേ കർത്താവ് എന്നെ കണ്ടതാണ്. That was such a great encouragement that day for me. ആ ദിവസത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു എൻകറേജ്മെന്റ്. मैंने गॉड को बोला अगर एक लाइफ गॉड ने मेरे आगे रखा है ना, मैं कभी लज्जा नहीं करूंगी इस बाइबल को उठाने के ഞാൻ लिए. കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ഇങ്ങനെ ഒരു ജീവിതം എന്റെ മുന്നിൽ ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിന്റെ വചനം എടുക്കുവാൻ ഞാൻ ലജ്ജിക്കയില്ല എന്ന്. ऐसे मैं 6 तारीख को पापा मम्मी को बोला हम बॉम्बे जाएंगे. अब मेरा 9th मंथ जस्ट स्टार्ट हो रहा है. ആറാം തീയതി मैं आ रहा थी बॉम्बे के पास. മെയ് 6 തീയതി ഞാൻ പപ്പ മമ്മിയോട് പറഞ്ഞു നമുക്ക് ഇനി ബോംബെയിലേക്ക് തിരിച്ചു പോകാം. ऐसे हम लोग बॉम्बे में आए, हीरानंदानी हॉस्पिटल में दिखाया. ഞങ്ങൾ ബോംബെ കടന്നു വന്ന് ഹിരാന്താനി ഹോസ്പിറ്റലിൽ എന്നെ കാണിച്ചു. डॉक्टर ने बोला वी विल वेट फॉर 1 more week. ഡോക്ടർ പറഞ്ഞു നമ്മൾ ഒരാഴ്ചയോടെ വെയിറ്റ് ചെയ്യാം. 1 week होने के बाद मई 13 तारीख को मेरा ऑलरेडी जो 3 C सेक्शन हुआ है वो स्कार में मुझे बहुत जबरदस्त सिवियर पेन आया उस रात को. ഒരാഴ്ചയ്ക്ക് ശേഷം എൻ്റെ ആദ്യത്തെ 3 സിസേറിയൻ സെക്ഷന്റെ ആ സ്കാറിൽ അവിടെ സിവിയർ ആയിട്ട് പെയിൻ കടന്നു വരുവാനിടയായി. हॉस्पिटल में गया, एडमिट किया, मेरा वापस सेकंड RT-PCR लिया वो लोग ने. ആ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ പിന്നെ അവർ എൻ്റെ സെക്കൻഡ് RT-PCR ചെയ്തു. मई 14th मॉर्निंग को ऑन कॉल डॉक्टर ने पूछा जरन का रिपोर्ट क्या है कोविड का. മെയ് 14 ഓൺ കോൾ ഡോക്ടർ വന്ന് ചോദിച്ചു RT-PCRന്റെ റിപ്പോർട്ട് എന്താണ് ജെറിന്റേത്. मैं आप लोगों को ये बताना चाहती हूँ जो मेडिकल साइंस नहीं कर सकता है ना, हमारा प्रभु कर सकता है. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, മെഡിക്കൽ സയൻസ് ചെയ്യാൻ പറ്റാത്ത നമ്മുടെ കർത്താവിന് ചെയ്യാൻ കഴിയും. मैंने कोई भी कोविड का मेडिसिन नहीं लिया है, मेरे लंग्स को प्रभु यीशु ने क्लीन किया. ഞാൻ ഒരു കോവിഡിന്റെ മെഡിസിൻ എടുത്തിട്ടില്ല, എന്നാൽ എന്റെ ലങ്സിനെ കർത്താവ് സൗഖ്യമാക്കി. मैं कोविड नेगेटिव पाई गई उस दिन. ഞാൻ അപ്പോൾ ആ ടെസ്റ്റിൽ എന്റെ കോവിഡ് നെഗറ്റീവ് ആണ്. तुरंत मुझे ओटी में ऑपरेशन थिएटर में लिया वो लोग ने. പെട്ടെന്ന് തന്നെ അവർ എന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് मुझे अच्छे से याद है जैसे मेरी बेटी को वो लोग ने बाहर निकाला. എനിക്കിങ്ങനെ ഓർമ്മയുണ്ട്, എന്റെ കുഞ്ഞിനെ എന്റെ മകളെ അവർ സിസേറിയൻ ചെയ്ത് പുറത്തെടുത്തു. जो C सेक्शन किया हुआ जो डॉक्टर थी, शी इज अ कैथलिक क्रिश्चियन. ആ സിസേറിയൻ ചെയ്ത ഡോക്ടർ കാത്തലിക് ക്രിസ്ത്യൻ ആയിരുന്നു. फर्स्ट वर्ड उन्होंने बोला इट्स ट्रूली गॉड्स मिरेकल. ആ ഡോക്ടർ പറഞ്ഞു ഇത് സത്യമായിട്ടും ദൈവത്തിന്റെ ഒരു അത്ഭുതം തന്നെയാണ്. उन्होंने बोला ये बच्ची इस औरत के यूट्रस में कैसी रही, बिलीव नहीं होता मेरा 35 इयर्स के एक्सपीरियंस में. അവർ പറയുകയാണ് എന്റെ 35 വർഷത്തെ എക്സ്പീരിയൻസിൽ ഈ സഹോദരിയുടെ ഉദരത്തിൽ എങ്ങനെ ഈ കുഞ്ഞ് യൂട്രസിൽ ഇരുന്നു. बिकॉज ऑलरेडी मेरा यूट्रस कंप्लीटली डैमेज था. ഓൾറെഡി എന്റെ യൂട്രസ് എല്ലാം ഡാമേജ് ആയിരുന്നു. सेकेंडली लेफ्ट साइड से मेरा यूट्रस ओपन हो चुका था. രണ്ടാമത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് എന്റെ യൂട്രസ് ഓപ്പണും ആയി പോയി. अगर मेरी बेटी एक अच्छा किक देती ना वो फट जाता. अगर मेरी बेटी एक अच्छा किक देती, मूवमेंट करती तो वो फट जाता यूट्रस. നന്നായിട്ടൊന്ന് മൂവ്മെന്റ് ചെയ്യോ കിക്ക് ചെയ്യോ ചെയ്തിരുന്നെങ്കിൽ ആ യൂട്രസ് മുഴുവൻ പൊട്ടിപ്പോകുമായിരുന്നു. मैं विश्वास करती हूँ जो हम प्रार्थना करते हैं स्वर्ग बहुत कीनली हमारे प्रार्थनाओं को सुनता है. ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും സ്വർഗ്ഗ ശ്രദ്ധയോടെ കേൾക്കുന്നു. मैं उस दिन बोलती थी गॉड आई गिव माय लंग्स एंड माय यूट्रस. प्रभु यीशु ने उसको हाथ में ले लिया. ഞാൻ അന്ന് പ്രാർത്ഥിച്ചു, കർത്താവ് എന്റെ യൂട്രസിനെ ലങ്സിനെ കർത്താവിന്റെ കാര്യങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവ് ശ്രദ്ധയോടെ കേട്ടതിനെ പരിപാലിച്ചു. इसलिए मैं आप लोगों को बोल रही हूँ अगर मेडिकल साइंस लिखा है आपके ऑर्गन को प्रभु के हाथ में दे दो, बिकॉज उन्होंने ही दिया है आपको. മെഡിക്കൽ സയൻസ് എന്ത് പറഞ്ഞാലും നിങ്ങളുടേതായ ഓർഗൻസിനെ എല്ലാം കർത്താവിന്റെ കാര്യങ്ങളിൽ സമർപ്പിക്കുക. കാരണം കർത്താവാണ് അതിനെ സൃഷ്ടിച്ചത്. ही इज यहोवा राफा. അവൻ യഹോവ റാഫയാണ്. अगर जिंदगी के कोई भी तनाव में ऐसे परिस्थितियों में से आप जाओगे, मैं विश्वास करती हूँ मेरे जीवन का अनुभव गॉड आपको याद दिलाए वो कभी किसी को कर्जदार नहीं है. ജീവിതത്തിന്റെ ഏതെങ്കിലും അവസ്ഥ കൂടി നിങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ എന്റെ അനുഭവത്തിൽ കൂടി ഞങ്ങളെ ഓർപ്പിക്കുകയാണ്, അവൻ ഒരിക്കലും നിങ്ങളെ കൈവിടുകയില്ല. अब मैं ये कहना चाहती हूँ कि गॉड 2020 प्रेगनेंसी स्टार्टिंग में बोला तूने जो खोया है मैं तेरे को वापस देने जा रहा हूँ. ഞാൻ ഇത് പറയുകയാണ്, 2020 കർത്താവിനോട് പറഞ്ഞു നിനക്ക് നഷ്ടപ്പെട്ട ഞാൻ തിരിച്ചു തരാൻ പോവുകയാണ്. गॉड ने बहुत इजीली नहीं दिया मुझे. വളരെ ഈസി ആയിട്ടല്ല ദൈവം എനിക്ക് തന്നത്. आप जानते हो, आपने सुना अभी. നിങ്ങൾ അത് കേട്ടു. ഇപ്പോൾ मार्च में मैं गिरी. മാർച്ച് ഞാൻ വീണു. अप्रैल में हम लोग एक ऐसे अवस्था में से गुजर के गए. ഏപ്രിൽ ഇങ്ങനെ ദുഃഖകരമായ വളരെ അവസ്ഥ കൂടി കടന്നുപോയി. मेरा कंपेनियन प्रभु के पास चला गया. എന്റെ പങ്കാളി കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നുപോയി. ये कोई भी चीज परमेश्वर के वायदे को रुकावट होने के लिए गॉड ने अलाउ नहीं എന്നാൽ किया. ഇതൊന്നും കർത്താവിന്റെ വാഗ്ദത്തം തടയുവാൻ ഇതൊന്നും സാധിച്ചില്ല. जो सेकंड बेबी हमने खोया था, बेबी गर्ल को, എന്റെ രണ്ടാമത് എനിക്ക് നഷ്ടപ്പെട്ട ആ കുഞ്ഞ് പെൺകുഞ്ഞിനെ चौथा प्रेगनेंसी में गॉड ने मुझे बेटी നാലാമത്തെ പ്രഗ്നൻസിയിൽ കർത്താവ് എനിക്ക് മടക്കി തരുവാൻ. आज मेरी बेटी को 2.5 years ഇന്ന് എന്റെ കുഞ്ഞിന്റെ മോൾക്ക് 2.5 വയസ്സുണ്ട്. मैं जब भी उसको देखती हूँ ഞാൻ അവളെ കാണുമ്പോൾ I really praise God. ഞാൻ കർത്താവിനെ സ്തുതിക്കും. मैं हमेशा बोलती हूँ you are a miracle baby एंजेलिना. ഞാൻ എപ്പോഴും എന്റെ മോളോട് പറയും, കർത്താവ് മോളെ നീ ഒരു മിറക്കിൾ ബേബിയാണ്. हम हमेशा सोचते हैं कि अरे मृत्यु क्यों हुआ, നമ്മൾ ചിന്തിക്കാം മരണം എന്തുകൊണ്ട് സംഭവിച്ചു. लेकिन गॉड ने मुझे इस जिंदगी में ये समझाया कि मृत्यु और जीवन का अधिकार शैतान के हाथ में नहीं है.
കർത്താവിനെ ഇത് പഠിപ്പിച്ചു. മരണത്തിന്റെ ജീവന്റെ അധികാരം ഒരിക്കലും പിശാചിന്റെ കരങ്ങളിലല്ല. क्योंकि उस क्रूस में परमेश्वर ने वो की को डेविल के हाथ से ले लिया जब उसने जय प्राप्त किया वहां पे. കാൽവരി ക്രൂശിൽ ആ ചാവി ആ താക്കോലിനെ കർത്താവ് വാങ്ങിച്ചതാണ്. क्योंकि हम पराजित नहीं हैं, हम जयवंत हैं. നമ്മൾ പരാജയപ്പെട്ടവരല്ല, നമ്മൾ വിജയികളാണ്. To be very honest, मेरे लाइफ में 2021 से लेके आज तक जो प्रभु ने बोला मैं तुझे कभी छोड़ूंगा नहीं, मैं कभी त्यागूंगा नहीं, every single day I experience God's presence. വളരെ സത്യമായിട്ട് നിങ്ങളോട് പറയുകയാണെങ്കിൽ 21 കർത്താവിനോട് പറഞ്ഞതുപോലെ ഒരിക്കലും ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ പോലെ എൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസത്തിലും കർത്താവിനോട് കൂടെ ഇരുന്ന് നടത്തുന്നു. आज 3 बच्चे प्रभु ने मुझे दिया है. 3 കുഞ്ഞുങ്ങളെ കർത്താവ് എനിക്ക് തന്നു. मेरा बड़ा बेटा है जोशया, 8 साल का है. 8 വയസ്സുള്ള എൻ്റെ മൂത്ത മോൻ ജോഷ എവിടെയുണ്ട്? मेरा सेकंड बेटा 4.5 साल का है जॉनथन. 4.5 വയസ്സുള്ള ജോനാഥാൻ. मेरी बेटी एंजेलिना. എൻ്റെ മകൾ ഏഞ്ചലിന. मैं मेरे पापा मम्मी के साथ रहती हूँ ഞാൻ तब എൻ്റെ से. പപ്പായുടെയും മമ്മിയുടെയും കൂടെയാണ് ആയിരിക്കുന്നത്. और जब मैंने आपसे शेयर किया मैं बाइबल कॉलेज जाने से पहले मुझे बहुत दुख था कि मेरा क्वालिफिकेशन क्या होगा. ഞാനിങ്ങനെ നിങ്ങളോട് ഷെയർ ചെയ്ത് ബൈബിൾ കോളേജിൽ പോകുന്നതിന് മുന്നേ ഞാൻ ചിന്തിച്ചു എൻ്റെ ക്വാളിഫിക്കേഷൻ എന്ത് ചെയ്യും. 12th के बाद BTH इतना ही है तो मेरे साथ पढ़े हुए लोग तो सब आगे निकल गए. 12th ശേഷം BTH എൻ്റെ കൂടെ പഠിച്ചവരെല്ലാം വളരെ മുന്നോട്ട് പോയി. लेकिन शादी हो गया, बच्चे हो गए, पढ़ाई इम्पॉसिबल था मेरे लिए. വിവാഹം കഴിഞ്ഞ് കുഞ്ഞുങ്ങളുണ്ടായി പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോസിബിൾ ആയ लेकिन കാര്യമായിരുന്നു. परमेश्वर ने तब मुझे वायदा दिया था कि तू PhD तक पढ़ेगी. എന്നാൽ കർത്താവ് എനിക്ക് അന്ന് വാഗ്ദത്തം നീ പിന്നെയും പഠിക്കും. मेरे सामने सब इम्पॉसिबल था. എന്നാൽ എൻ്റെ മുന്നിൽ അതെല്ലാം അസാധ്യമായിരുന്നു. मगर जैसे मेरी बेटी का जन्म हो गया, എന്നാൽ എൻ്റെ മകൾ ജനിച്ചതിന് ശേഷം God gave me opportunity to study back, वापस पढ़ने के लिए. പിന്നെയും പഠിക്കാൻ കർത്താവ് എനിക്ക് आज അവസരം मैं തന്നു. MD कर रही हूँ, मेरा फाइनल ईयर चल रहा ഇന്ന് है. ഞാൻ MD പഠിക്കുകയാണ്, എൻ്റെ ഫൈനൽ ഇയർ ആണ്. जो प्रभु ने आपको वायदा दिया है, ദൈവം നിങ്ങൾക്ക് വാഗ്ദത്തം जो ചെയ്തിട്ടുണ്ടെങ്കിൽ, प्रभु ने आपको वायदा दिया है, ദൈവം നിങ്ങൾക്ക് വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ इंसान झूठ बोलेगा, മനുഷ്യർ കളവ് പറയും. प्रभु कभी झूठ नहीं എന്നാൽ നമ്മുടെ बोलेगा. കർത്താവ് ഒരിക്കലും കളവ് പറയുന്നവനല്ല. वचन कहता है परमेश्वर के मुंह से निकला हुआ बात कार्य करके आएगा, वो व्यर्थ कभी वापस नहीं आएगा. വചനം പറയുന്ന ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കും അതിനെ പ്രവൃത്തി ചെയ്തിട്ട് വരും, അത് ഒരിക്കലും വെറുതെ മടങ്ങി वचन വരികയില്ല. यीशु ने पत्रोस को बोला, पत्रोस मैं तुझे स्वर्ग का ताकोल देता हूँ, की देता हूँ. യേശു പത്രോസിനോട് പറഞ്ഞു, സ്വർഗ്ഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. तू जो यहाँ बांधेगा मैं वो स्वर्ग में बांधूंगा, നീ ഇവിടെ കെട്ടുന്ന ഞാൻ സ്വർഗ്ഗത്തിലും കെട്ടും. तू जो यहाँ खोलेगा मैं वो स्वर्ग में നീ ഇവിടെ खोलूंगा. അഴിക്കുന്നത് ഞാൻ സ്വർഗ്ഗത്തിലും അഴിക്കും. क्या आपको पत्रोस और यीशु के साथ एक रिलेशनशिप है आज? നിങ്ങൾക്ക് പത്രോസ് യേശുമായിട്ടുള്ള ബന്ധം പോലെ अगर ऐसा एक रिश्ता है, അങ്ങനെ നിങ്ങൾക്ക് ഒരു ബന്ധമുണ്ട്, whatever you tie today, നിങ്ങൾ ഇവിടെ എന്ത് കെട്ടുന്നോ, जो शैतान आपके फ्यूचर के आपके फैमिली में, हम लोग कोई आपस में नहीं जानता, लेकिन प्रभु यीशु जानता है आपका समस्या क्या है करके. നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നില്ല, എന്നാൽ കർത്താവ് അറിയുന്നു നമ്മുടെ വിഷയങ്ങളെല്ലാം. Whatever you pray today, നിങ്ങൾ എന്ത് പ്രാർത്ഥിക്കുന്നു ഇന്ന്, विश्वास के साथ जो प्रार्थना कर रहे हैं, വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് गॉड वो जरूर करेगा. ദൈവം തീർച്ചയായും നിങ്ങളുടെ ദൈവത്തിൽ മറുപടി Probably തരും. हमारे समय में नहीं होगा. കാരണം അതിന് മറുപടി ചിലപ്പോൾ നമ്മുടെ സമയത്ത് ഉണ്ടായിരിക്കില്ല. परमेश्वर को हर चीज के लिए एक वक्त है. നമ്മുടെ കർത്താവിന് എല്ലാത്തിനും ഒരു കറക്റ്റ് സമയമുണ്ട്. वो ना एक कदम पीछे ना एक कदम आगे ആ जाएगा. സമയം ഒരിക്കലും മുന്നോട്ടോ പുറകോട്ടോ പോകുകയില്ല. वो उसके समय पे वो कार्य जरूर അത് ആ करेगा. കറക്റ്റ് സമയത്ത് കർത്താവ് मैंने बस പ്രവർത്തിക്കുകയാകും. इतना गवाही दिया है, इसके बीच में मेरे लाइफ में 3 बार मौत के घाटियों से गॉड मुझे बाहर लेके आया है. ഇത്ര സാക്ഷ്യം പറഞ്ഞ എന്റെ ഇടയ്ക്ക് 3 പ്രാവശ്യം മരണത്തിൽ നിന്ന് ദൈവം എന്നെ പുറത്തു मैं കൊണ്ടുവന്നു. एक स्त्री को आपके सामने आज दिखा के मैं बंद करना ഒരു चाहती हूँ. സ്ത്രീയെ നിങ്ങളുടെ മുന്നിൽ കാണിച്ചിട്ട് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. वो स्त्री याहवे के बारे में या प्रभु के बारे में इतना डिटेलली जानने वाली एक स्त्री नहीं थी, ആ സ്ത്രീ യഹോവയെ പറ്റി ഇങ്ങനെ ഡീറ്റെയിൽസ് ആയിട്ട് അറിയുന്ന ഒരു സ്ത്രീ അല്ലായിരുന്നു. लेकिन परमेश्वर ने उसके लिए भी कार्य किया है. എന്നാൽ ദൈവം അവൾക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിച്ചു. Because God is the God of justice. കാരണം അവൻ നീതിയുടെ ദൈവമാണ്. वो जस्टिस देने वाला परमेश्वर അവൻ है. നമുക്ക് നീതി തരുന്ന ദൈവമാണ്. हम इंसानों के बीच में भेदभाव है. നമ്മുടെ മനുഷ്യരുടെ ഇടയിലാണ് അങ്ങനെയുള്ള കാര്യങ്ങള്. हम इंसानों के बीच में वो बड़ा है या वो छोटा है, वो हमारे साथ बैठ नहीं सकता, ये सब हमारे बीच में होता है. നമ്മുടെ മനുഷ്യരുടെ ഇടയിലാണ് അവർ ചെറിയവരാണ് വലിയവരാണ് നമ്മുടെ കൂടെ ഇരിക്കാൻ പറ്റുകയില്ല, അങ്ങനെയുള്ള ഭാവങ്ങളും ചിന്തകളും ഒക്കെ. मगर परमेश्वर की नजर में सब लोग इक्वल है. എന്നാൽ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ മനുഷ്യരായ നമ്മളെല്ലാം ഒരുപോലെയാണ്. हम जेनेसिस चैप्टर 16 जब पढ़ते हैं, वहां पर एक स्त्री है हागार. ഉൽപ്പത്തി 16 നമ്മൾ കാണുന്ന ഒരു സ്ത്രീയെ പറ്റി, അവളാണ് ഹാഗാർ. हम जब इसका बैकग्राउंड जब पढ़ते हैं, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പഠിക്കുമ്പോൾ हम देखते हैं कि वो इजिप्ट से लाई गई हुई एक स्लेव
गर्ल है. നമുക്ക് അവിടെ മനസ്സിലാക്കാം അവൾ ഈജിപ്തിൽ നിന്ന് വന്ന ഒരു അടിമയായ സ്ത്രീയായിരുന്നു. अब एक स्लेव बोलेगा तो हम पिक्चराइज कर सकते हैं ना. അടിമ എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ നമ്മുടെ ആ പിക്ചർ മുന്നിൽ കൊണ്ടുവരാൻ കഴിയും. लेकिन अभी का जमाने का घर में काम करने वाला लेडी जैसा नहीं है. എന്നാൽ ഇന്നത്തെ കാലത്ത് വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ഒരു സ്ത്രീയെ പോലെ അല്ല അന്ന്. उस टाइम में स्लेव बोलेगा तो गुलाम बोलेगा तो जैसे हम एनिमल्स को ट्रीट करते हैं ना, मतलब उनमें कोई इंसानियत ही नहीं है, इस प्रकार ट्रीट किया जाता था उस അന്നത്തെ കാലത്ത് അടിമ എന്ന് പറയുന്നത് മൃഗത്തെ പോലെ അങ്ങനെ അതുപോലെ ട്രീറ്റ് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു. यहाँ पे हम देखते हैं कि अब्राहम और सारा के जिंदगी में जब बच्चे नहीं हो रहे थे तो उन्होंने हागार का हेल्प लिया. ഇവിടെ നമ്മൾ കാണുന്നു അബ്രഹാമിന്റെ സാറയുടെയും ജീവിതത്തിൽ തലമുറകളില്ലായിരുന്നപ്പോൾ ഹാഗാറിന്റെ ഹെൽപ്പ് എടുത്തായിട്ട് നമ്മളിവിടെ വായിക്കുന്നു. मैं आज जो पवित्र आत्मा मुझे जो बताने के लिए बोला है वो 16 का 11th वर्स है. कोई हिंदी में पढ़ के मुझे हेल्प करेगा क्या? പരിശുദ്ധാത്മാവ് ഇന്ന് എന്നോട് പറയാൻ ആഗ്രഹിക്കുന്നത് 16ന്റെ 11 വാക്യം. नीचे का सिस्टर 12 भी. ആമേൻ. आमीन. और 13 भी पढ़िए सिस्टर. आमीन. तो यहाँ जो 11th और 12th वर्स है ये परमेश्वर से दिया गया हुआ एक प्रॉमिस है हागार को. ഹാഗാറിന് ലഭിച്ച ഒരു വാഗ്ദത്തമാണ് നമ്മൾ 16ന്റെ 11 12 നമ്മൾ കാണുന്നത്. वो प्रॉमिस क्या है पता है कि तू मरेगी नहीं. ആ വാഗ്ദത്തം എന്താണ്? നീ മരിക്കയില്ല. लेकिन हम ऊपर का जो वर्स पढ़ते हैं वहाँ पे ऐसा देखते हैं कि वो उस सारा के उस परेशानी में से, उस दिक्कतों में से, उस प्रॉब्लम्स में से वो भाग के जा रही है कि जीवन रहे तो ठीक है, नहीं तो मर जाऊंगी. മുന്നോട്ടുള്ള വാക്യങ്ങൾ മേളത്തെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാവും സാറ അവളെ വളരെ കഷ്ടപ്പെടുത്തിയതുകൊണ്ട് അവൾ ആ വീട്ടിൽ നിന്ന് ഓടിപ്പോവുകയാണ്, മരിച്ചാൽ കൊള്ളാമെന്ന് ചിന്തിച്ച്. हम लोग में से कितने लोग बोलते हैं यार जीना बेकार है, इससे अच्छा मर जाना है. നമ്മൾ എത്ര പേർ പറയുന്നുണ്ട് ജീവിക്കേണ്ട, മരിച്ചാലായിരിക്കും നല്ലത് എന്ന്. क्योंकि जिंदगी में जब एक के बाद प्रॉब्लम्स आता है, फ्रस्ट्रेशन में आके हम बोल देते. ജീവിതത്തിൽ പല പല പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ആ ഫ്രസ്ട്രേഷൻ നമ്മൾ പലരും ഇങ്ങനെ പറയും. आप सोच मैं बहुत पर्सनली मेरे दोस्तों को या फिर जो मेरे बहनों को मैं जानती हूँ बोलती है चेची जीना ही नहीं है, इससे अच्छा मर जाना, अब सहन नहीं होता ये सारी चीजें. പേഴ്സണലി പല എൻ്റെ കൂട്ടുകാരിങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ജീവിക്കുന്നതിലും നല്ലത് മരിക്കുന്നതാണ് എന്ന്. लेकिन क्या प्रभु हमसे ये उम्मीद करता है? എന്നാൽ കർത്താവ് നമ്മളിൽ നിന്ന് ഇതാണോ ആഗ്രഹിക്കുന്നത്? क्योंकि हमारे जीवन को एक पर्पस है. നമ്മുടെ ജീവിതത്തിനെല്ലാം ഒരു പർപ്പസ് ഉണ്ട്. यहाँ पे हम देखते हैं हागार अब्राहम से सुना होगा उसने यावे के बारे में, उसने कभी एक्सपीरियंस नहीं किया होगा ये गॉड कौन है करके. ഹാഗാർ ചിലപ്പോൾ അബ്രഹാമിൽ നിന്ന് കേട്ടിട്ടുണ്ടായിരിക്കും യഹോവ ആരാണെന്ന്, എന്നാൽ അവൾ ഒരിക്കലും ജീവിതത്തിൽ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകില്ല. मैं विश्वास करती हूँ जब वो उस विल्डरनेस में भाग रही थी अपना प्राण लेके, ना अब्राहम था ना साराई था, मगर यहोवा का आँख उसके ऊपर था. എന്നാൽ അവൾ അവളുടെ ജീവനുമായിട്ട് ആ മരുഭൂമി കടന്നു പോകുമ്പോൾ അവിടെ അബ്രഹാം സാറയും ഇല്ല, അവരുടെ കണ്ണുകളൊന്നുമില്ല, എന്നാൽ ദൈവത്തിന്റെ കണ്ണുകൾ അവളെ കണ്ടു. मैं आज आपसे कहना चाहती हूँ पवित्र आत्मा किसी को तो हाल प्रभु के लोगों को बोल रहा है, तेरे आंसुओं को कोई नहीं देख रहा है, तो भी तेरे आंसुओं को देखने वाला एक परमेश्वर तेरे साथ 24/7 है. എന്നാൽ നിങ്ങളോട് ഞാൻ പറയും, നിങ്ങളുടെ കണ്ണുനീർ വേറെ ആരും കാണുന്നില്ല എങ്കിലും നിങ്ങളുടെ കണ്ണുനീരിനെ 24 മണിക്കൂറിൽ 7 ദിവസവും 24/7 एक देखने वाला एक परमेश्वर तुम्हारे साथ है. അങ്ങനെ ഒരു കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. जो हागार मरने की इच्छा रख के वेट कर रही थी, वहां पे गॉड उसके पास आके उसको एक वायदा दे रहा है. ആ ഹാഗാർ മരിക്കണമെന്ന് ഇച്ഛിച്ചിരിക്കുമ്പോൾ കർത്താവ് ഒരു വാഗ്ദത്തം കൊടുക്കുകയാണ്. एक विल्डरनेस में she had an encounter with God. ആ മരുഭൂമിയിൽ അവൾ കർത്താവുമായിട്ട് ഒരു എൻകൗണ്ടർ एक ഉണ്ടായിരിക്കുകയാണ്. तन्हाइया में गॉड ने उससे बात किया है. ദൈവം അവളോട് സംസാരിച്ചു. आप लोग में से कितने लोग को अनुभव होगा कि जिंदगी के अकेलेपन में, इम्पॉसिबिलिटीज में गॉड ने आपसे बात किया നിങ്ങൾ है. എത്ര പേർക്ക് ഈ അനുഭവമുണ്ട്? ജീവിതത്തിലെ തനിയായിരിക്കുമ്പോൾ അസാധ്യങ്ങളുടെ നടുവിൽ കർത്താവ് നിങ്ങളോട് कितने സംസാരിച്ചതായിട്ട്. बार लगा होगा गॉड देयर इज नो वे लेफ्ट फॉर मी, एक स्टेप आगे बढ़ने के लिए जगह नहीं है. कितने बार गॉड आप लोग के लिए उतर के आया है. നിങ്ങൾ എത്ര പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട് ജീവിതത്തിൽ ഇനി ഒരു സ്റ്റെപ്പോ മുന്നോട്ട് വെക്കാൻ ഒന്നും പറ്റുകയില്ല, അസാധ്യമായിരിക്കുന്നിടത്ത്
ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിച്ച അനുഭവങ്ങൾ എത്ര പേർക്കുണ്ട്? यहाँ पर हम देखते हैं कि हागार वहाँ बोल रही है कि यहाँ मैंने परमेश्वर को देखा है, उसने वहाँ पे नाम क्या रखा? एलरोही, उसका मतलब है गॉड सीस मी। അവിടെ ഹാഗാറോടെ പേര് വെക്കുകയാണ്, ദൈവം എന്നെ കണ്ടു എന്ന് പറഞ്ഞ് എൽ റോയ് എന്ന് പേര് വെക്കുന്നു. वहाँ पे बच्चा भी जन्म होता है, അവിടെ കുഞ്ഞുണ്ടാകുന്നു, उसका नाम इस्माइल रखा गया। കുഞ്ഞിന് ഇസ്മായിൽ എന്ന് പേര് വെക്കുന്നു. जब हम 21 चैप्टर में आते हैं, 21-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ आइजक जन्म होने के बाद दोबारा अब मौत की घाटी आ रही है, ഇസാക്ക് ജനിച്ചതിന് ശേഷം പിന്നെ മൃത്യുയുടെ ഒരു അവസ്ഥ വരുന്നുണ്ട്. പിന്നെ മരണത്തിന്റെ അവസ്ഥയോടെ കടന്നു വരുന്നു. इधर क्या है? इधर हागार भाग के नहीं जा रही है, इधर हागार और बच्चे को निकाला जा रहा है। ഇവിടെ ഹാഗാർ ഓടിപ്പോകുകയല്ല ചെയ്യുന്നത്, ഹാഗാറിനെയും കുഞ്ഞിനെയും പുറത്താക്കിയാണ്. जो हागार ने 16 चैप्टर में परमेश्वर को देखा, यहाँ पर वो हागार भूल गई प्रभु कहाँ है करके। 16-ാം അധ്യായത്തിൽ ഹാഗാർ ദൈവത്തെ കണ്ടു എന്ന 21-ാം അധ്യായത്തിൽ ഹാഗാർ അത് മറന്നു പോയിരിക്കുന്നതായിട്ട് നമ്മൾ मैं കാണുന്നു. क्यों बोल रही पता है? आप लोग सब इसका बैकग्राउंड जानते हैं, हम जानते हैं कि बच्चे को दूर रख के जाके वो रो रही है, प्रेयर नहीं कर रही है, रो रही है, ऐसा लिखा है നമ്മൾ वहाँ पे। ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എല്ലാം നന്നായിട്ട് അറിയാം. ഇവിടെ കാണുന്നു ഹാഗാർ കുഞ്ഞിനെ ദൂരത്ത് വെച്ചിട്ട് മാറിപ്പോയി കരയുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. वहाँ पर भी यहोवा उसके लिए उतर के आके क्या बोलता है? അവിടെ ഹാഗാറിന് വേണ്ടി ദൈവം ഇറങ്ങി വന്ന് എന്താണ് പറയുന്നത്? बच्चे बालक की रोने की आवाज मैंने सुना है। കുഞ്ഞിന്റെ ബാലിന്റെ ശബ്ദം, കരച്ചിലെ ശബ്ദം ഞാൻ കേട്ടു. God is the promise keeper. കർത്താവ് വാഗ്ദത്തത്തെ Our God നിവർത്തിക്കുന്നവനാണ്. is the way maker. അവൻ വഴികളെ തുറക്കുന്നവനാണ് നമ്മുടെ He is the കർത്താവ്. miracle working അവൻ God. അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ് നമ്മുടെ കർത്താവ്. तेरे साथ जिंदगी के लाइफ में कोई भी ना खड़ा रहे, നിന്റെ ജീവിതത്തിൽ ആരും നിന്റെ കൂടെ നിന്നില്ല എങ്കിലും, पति ना रहे, पत्नी ना रहे, ഭർത്താവോ ഭാര്യയോ ആരും കൂടെ ഇല്ല भाई എങ്കിലും, बहन शायद ना रहे, സഹോദരങ്ങൾ കൂടെ ഇല്ല എങ്കിലും, लेकिन परमेश्वर हर समय आपके साथ എന്നാൽ है। എല്ലായ്പ്പോഴും നിങ്ങളുടെ കൂടെ കർത്താവ് എപ്പോഴും ഉണ്ട്. I will never leave you, never forsake you. ये प्रॉमिस सिर्फ मेरे लिए नहीं है। ഞാൻ നിന്നെ ഒരു നാൾ കൈവിടുകയില്ല ഉപേക്ഷിക്കരുത് എന്നുള്ള വാഗ്ദത്തം എനിക്ക് വേണ്ടി മാത്രമുള്ളതല്ല. जो कोई भी उसकी ओर देखा है, उसका मुंह काला होने के लिए गॉड ने अलाउ नहीं किया है। ആരെല്ലാം അവന്റെ മുഖത്തേക്ക് നോക്കി അവരുടെ മുഖം ലജ്ജിപ്പാൻ ഒരിക്കലും കർത്താവ് അനുവദിക്കുകയില്ല. मैं परमेश्वर को धन्यवाद देती हूँ कि एक दिन गॉड ने ऐसा मुझे यहाँ पर आप लोग के साथ दिया। ഞാൻ കർത്താവിന് വളരെ നന്ദി പറയുന്നു. ഇന്നൊരു ദിവസം ഇന്ന് നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ കർത്താവിനെ സഹായിച്ചു. एक ऑथर ने ऐसा बोला है, एक ऑथर राइटर ने ऐसा बोला है, ഒരു ഓഥർ ഇങ്ങനെ പറയാനിടയായി, whatever you do in this world, നീ ഈ ലോകത്ത് എന്ത് ചെയ്താലും it will never last. അതൊരിക്കലും അത് അവസാനിക്കയില്ല, It will never last. അതൊരിക്കലും സ്ഥിരമായി നിൽക്കുകയില്ല. But whatever you do for Christ, എന്നാൽ നീ കർത്താവിന് വേണ്ടി എന്ത് ചെയ്താലും it will last forever. അത് എന്നേക്കുമായി സ്ഥിരമായിട്ട് वो നിലനിൽക്കും. यहाँ भी रहेगा, അതിവിടെ ആയിരിക്കും, वो स्वर्ग में भी रहेगा। സ്വർഗത്തിലും അത് അങ്ങനെ തന്നെ ആയിരിക്കും. आज जब बहन लोग ने गाना गाया कि हम लोग प्रभु की आगमन का वेट कर रहे हैं, राइट? ഇവിടെ കൊയർ പാടിയപ്പോൾ ഇങ്ങനെ പറയുവാനിടയായി, നമ്മൾ കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. बट वो बहुत गहराई में सोचने वाली बात है। അത് വളരെ ആഴത്തിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. We often say that God आपकी आगमन का हम वेट कर रहे हैं। मैं अपने आप को भी रख के बोल रही हूँ, ഞാൻ എന്നെയും കൂടെ ചേർത്താണ് പറയുന്നത്. क्या हम सही में तैयार है? നമ്മൾ ശരിയായിട്ട് കർത്താവിന്റെ വരവിന് വേണ്ടി തയ്യാറാണോ? क्या दुनिया में मैं एक वाइफ थी, पास्टर की वाइफ थी, एक माँ हूँ, बहुत सारे रिस्पॉन्सिबिलिटीज़ है, खाना बनाना जो भी है, मगर ये जो कोविड का ये जो अनुभव के बाद आई अंडरस्टूड वन थिंग, हमको दुनिया का चिंता से भी ज़्यादा चिंता उसके राज्य के बारे चिंता करना है। ലോകത്തില് ഞാനൊരു വൈഫായിരുന്നു, കുഞ്ഞുങ്ങളുടെ മാതാവായിരുന്നു, ശുശ്രൂഷ ചെയ്തവളാണ്. കോവിഡിന് ശേഷം ഞാൻ ചിന്തിക്കുകയാണ്, നമ്മൾ യഥാർത്ഥമായിട്ട് നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കേണ്ട കാര്യം കർത്താവിന്റെ വരവിന് വേണ്ടിയാണ്. जब हम स्वर्ग में पहुंचेंगे, God is never going to ask you and me that what you did for your children or so and so. നമ്മൾ സ്വർഗത്തിൽ കടന്നു ചെല്ലുമ്പോൾ കർത്താവ് ഒരിക്കലും ചോദിക്കുകയില്ല, നീ എന്ത് ചെയ്തിട്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി എന്ന്. एक चीज गॉड पूछेगा, स्वर्गीय राज्य के लिए तुमने क्या किया? എന്നാൽ കർത്താവ് ഒരു കാര്യം ചോദിക്കും, സ്വർഗരാജ്യത്തിന് വേണ്ടി നീ എന്താണ് ചെയ്തത്? जो हम सब यात्राकार है यहाँ पे, ट्रैवलर्स നമ്മളെല്ലാം ഈ ലോകത്തിലെ യാത്രക്കാരാണ്. एक ना एक दिन सबको जाना है। ഒരു ദിവസം എല്ലാവർക്കും ഇവിടെ കടന്നു പോകണം. जाना कहाँ है वो हमें डिसाइड करना है। എവിടെയാണ് പോകേണ്ടതെന്ന് പക്ഷെ നമ്മൾ अगर തീരുമാനിക്കണം. प्रभु यीशु के पास जाना है നിങ്ങൾക്ക് യേശുക്രിസ്തുവിന്റെ അടുക്കലാണോ പോകേണ്ടത്? तो पराजित होके हम कभी नहीं जा सकते। അങ്ങനെയെങ്കിൽ ഒരിക്കലും പരാജയപ്പെടും കടന്നു പോകാൻ സാധിക്കുകയില്ല. इसलिए पौलुस ने बोला ना कि मैं अंत तक विश्वास को रखा हूँ। അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ അവസാനം വരെ ആ വിശ്വാസത്തെ മുറുകെ പിടിക്കും. लास्ट तक जिंदगी के, अभी मुझे पता नहीं कि आगे मेरा लाइफ कितना है और क्या क्या रीति से मुझे भी जाना है आगे, എനിക്കറിയില്ല എന്റെ ജീവിതം എവിടെ വരെയാണ്, ഏതെല്ലാം അവസ്ഥ കൂടി ഞാൻ കടന്നു പോകണമെന്ന്. मगर एक चीज मुझे निश्चय है कि जब तक मैं जीऊंगी मैं मसीह के लिए जीऊंगी। എന്നാൽ ഒരു കാര്യം എനിക്ക് നിശ്ചയ ഉറപ്പുമാണ്, ഞാൻ എന്ന് വരെ ജീവിക്കും, എന്റെ കർത്താവിന് വേണ്ടി ജീവിക്കും. आइए हम अपने पैरों पे खड़े रहें। നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. आप लोग में से कितने लोग आज प्रार्थना करेंगे? നിങ്ങളിൽ എത്ര പേരെന്ന് പ്രാർത്ഥിക്കാൻ मेरे ഇടയാകും? आजू बाजू में कोई खड़ा है वो मुझे मैटर नहीं करता, നമ്മുടെ അടുത്ത് നിൽക്കുന്ന ഒന്നും നമുക്ക് പ്രശ്നമല്ല, ആരും
ആയിരുന്നാലും आज हमारे लाइफ को हम प्रभु के सामने समर्पण करें। ഇന്ന് നമ്മുടെ ജീവിതത്തെ നമുക്ക് കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. गॉड इस दुनिया में कष्टदा नहीं है, रोग नहीं है करके प्रभु ने कभी नहीं बोला। ഈ ലോകത്ത് കഷ്ടതയോ രോഗമോ ഇല്ല എന്ന് ഒരിക്കലും കർത്താവ് इस പറഞ്ഞിട്ടില്ല. दुनिया में रोग कष्ट दुख सब है, ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ കഷ്ടതയുണ്ട്, രോഗമുണ്ട്, ദുഃഖമുണ്ട്, എല്ലാം ഉണ്ട്. लेकिन तुम डरना मत। എന്നാൽ നമ്മൾ ഭയപ്പെടരുത്. इस सब को मैंने जय प्राप्त किया है, ഇതിനെല്ലാം ജയിച്ച കർത്താവ് इस നമ്മുടെ सब കൂടെ को ഉണ്ട്. मैंने जय प्राप्त किया है। ഇതിനെല്ലാം ഞാൻ ജയിച്ചവനാണ്. लॉर्ड फादर वी प्रेज यू फॉर दिस डे। കർത്താവേ, ഇതിനു വേണ്ടി ഞാൻ നിങ്ങളെ കർത്താവിനെ സ്തുതിക്കുന്നു. प्रभु मैं धन्यवाद देती हूँ कि प्रभु जी आज आपकी नाम की महिमा के लिए आपने यहाँ पे खड़ा किया। കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഇവിടെ നിർത്തിയതിനായി ദൈവത്തിന് നന്ദി പറയുന്നു. आज मुझे सुनने वाले सारे भाई बहन माता पिता को तेरे हाथ में देके प्रार्थना करते प्रभु। കർത്താവ് ഇന്ന് എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ സഹോദരങ്ങളെ എല്ലാം കർത്താവിന്റെ പാദത്തിൽ സമർപ്പിച്ച് तेरा പ്രാർത്ഥിക്കുന്നു. वचन कहता है टूटे हुए दिल के सबसे करीब खड़े रहने वाला प्रभु तू है കർത്താവ് परमेश्वर। വചനത്തിൽ പറയുന്നു, തകർന്ന ഹൃദയത്തോടെ ഏറ്റവും അടുത്തിരിക്കുന്നവൻ നീയാണ്. You heal the broken heart ആ Lord। തകർന്ന ഹൃദയത്തെ നീ സൗഖ്യമാക്കുന്നവനാണ്. तू उनके साथ खड़ा है परमेश्वर। കർത്താവ് നീ അവരുടെ കൂടെ നിൽക്കുന്നവനാണ്. हमारे आंसुओं को पोंछने वाला तू है खुदा। കർത്താവ് ഞങ്ങളുടെ കണ്ണുനീരിനെ തുടയ്ക്കുന്ന കർത്താവ് നീയാണ്. परमेश्वर आज हम सबको प्रभु आपने आशीषित किया इसलिए धन्यवाद देते हैं കർത്താവ് परमेश्वर। ഞങ്ങളെ എല്ലാം അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു. हागार के जैसे कहे कि पर हमारा परमेश्वर एलरोई है जो हमें हर वक्त देखता है। ആഗാറിനെ പോലെ നമുക്ക് പറയാം, നമ്മുടെ കർത്താവ് എൽറോയാണ്, നമ്മളെ എപ്പോഴും കാണുന്നവനാണ്. Lord we give you all glory and honor। കർത്താവ് എല്ലാ മഹത്വവും നിനക്ക്. In Jesus name we pray। യേശുവിന്റെ നാമത്തിൽ. आमीन। मैं आप सबको धन्यवाद देना चाहती हूँ कि आप लोग ने हमेशा मेरे लिए प्रार्थना किया है, विशेष करके प्रभु के दास और आंटी बच्चे आप लोग सब ने मेरे लिए प्रार्थना किया है। मैं आगे भी आप लोग का प्रार्थना पूछती हूँ एंड आई एम सो ब्लेस्ड टू बी अ पार्ट ऑफ दिस संडे सर्विस। गॉड ब्लेस यू ऑल। प्रेज द लॉर्ड। ഞാൻ നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയുന്നു. നിങ്ങളെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാണ്, പിന്നെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയും. परमेश्वर का दासी का जरिया प्रभु ने हमसे बात किया। कितना लोग आज विश्वास करता हूँ प्रभु ने आपसे बात किया। ദൈവദാസൻ നമ്മളോട് സംസാരിച്ചു. എത്ര പേര് വിശ്വസിക്കും ദൈവം നമ്മളോട് സംസാരിച്ചു? ആമേൻ. परमेश्वर किसी के साथ में कर्जदार नहीं है। ദൈവം ആർക്കും കടക്കാരല്ല. परमेश्वर का बच्चों, ദൈവമക്കളെ, ജെറിൻ സിസ്റ്റർ കടന്നുപോയ സിറ്റുവേഷൻ എത്ര ഭീകരമായിരുന്നു. ജെറിൻ സിസ്റ്റർ जो गुजरा अवस्था कितना भयंकर है। ഞാൻ പറഞ്ഞു, നമ്മുടെ ജീവിതത്തിലെ കഷ്ടങ്ങളും നഷ്ടങ്ങളും ഒക്കെ പരാജയമല്ല, അത് വെറും സിംറ്റമാണ്. जैसे पासवान ने कहा कि हमारा जीवन का जो भी कष्ट, जो भी पराजय, वो कोई हकीकत में पराजय नहीं है, वो सिर्फ एक सिम्टम है। നമ്മൾ പരാജയപ്പെടുന്നത് എപ്പോഴാണ്? हम कभी पराजित होता है। എന്തെങ്കിലും കഷ്ടവും നഷ്ടവും വരുമ്പോൾ കർത്താവിനെ നമ്മൾ ഉപേക്ഷിച്ചിട്ട് പോകുമ്പോഴാണ് നമ്മൾ പരാജയപ്പെടുന്നത്. हकीकत में पराजित कब होते? जब कष्ट आते, जब नष्ट होते, हम परमेश्वर को छोड़ के जाते, तब जाके हम पराजित होते हैं। സിസ്റ്ററുടെ ജീവിതാനുഭവങ്ങളിലൂടെ ദൈവം അത് ഒരിക്കൽ കൂടെ തെളിയിച്ചിരിക്കുകയാണ്. बहन के जीवन के अनुभव से परमेश्वर ने और एक बार वो साबित किया है। നാഷണൽ ടീമിലൊക്കെ എത്താൻ ആളുകൾക്ക് വലിയ കൊതിയ. ആളുകൾ എങ്ങനെയാണ് അതിന് പരിശ്രമിക്കുന്നത്? कि नेशनल टीम में पहुंचने के लिए बहुत कोशिश करते हैं, बहुत मेहनत करते हैं। 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ ട്രെയിനിങ് എടുത്ത ഒരു സഹോദരിയാണ്. 7वीं क्लास से वो ट्रेनिंग लिया हुआ एक बहन है। 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ നാഷണൽ ടീമിൽ എത്താനുള്ള ട്രെയിനിങ്. कि 7वें साल से वो नेशनल टीम में पहुंचने की मेहनत कर रही है। 11ാം ക്ലാസ് ഒക്കെ ആകുമ്പോഴേക്കും ഇന്ത്യൻ എയർലൈൻസിന്റെ ക്രിക്കറ്റ് ടീമിൽ ജോലി അല്ലേ, ക്രിക്കറ്റ് ടീമിൽ സെലക്ഷൻ കിട്ടി. ഇന്ത്യൻ എയർലൈൻസിന്റെ ക്രിക്കറ്റ് ടീമിൽ. जब 11th में था इंडियन एयरलाइंस के क्रिकेट टीम में उसको सिलेक्शन मिला। പക്ഷെ കർത്താവ് പറഞ്ഞ് വേലയ്ക്ക് ഇറങ്ങാൻ. पर परमेश्वर ने बोला तू सेवकाई के लिए उतर। ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലൊക്കെ എത്തുക അല്ലെങ്കിൽ സ്പോർട്സിൽ മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾ പരിശ്രമിക്കുമ്പോൾ അതിനകത്താണ് ചിലവർക്ക് മാത്രം അവസരം കിട്ടുന്നത്. कि इंडियन क्रिकेट टीम में पहुंचना या बोलते हैं कि ऐसा आसान नहीं है, लाखों लोग कोशिश करते तब जाके किसी को मिलता है। കർത്താവ് തന്റെ ട്രാക്കിൽ ഓടുവാൻ ആ മകളെ വിളിച്ചു. लेकिन परमेश्वर ने उसके ट्रैक में भागने के लिए उस बहन को बुलाया। കടന്നുപോയ ജീവിതാനുഭവങ്ങളൊക്കെ ये जो गुजरा हुआ जीवन का अनुभव है, ഹല്ലേലൂയ, അതൊന്നും നഷ്ടമാകത്തില്ല. ये कुछ भी नष्ट नहीं होगा। അതൊക്കെ ദൈവരാജ്യത്തിന് വലിയ അനുഗ്രഹമായി തീരും. ये सब परमेश्वर के राज के लिए आशीष बनेगा। ചിലരെ പ്രത്യേകമായിട്ട് കർത്താവ് അഭ്യസിപ്പിച്ചെടുക്കും. कुछ लोगों को परमेश्वर बहुत अच्छी तरह से ദൈവത്തിന്റെ सिखा വലിയ रहा है। പദ്ധതിയാ. उसकी एक योजना है। നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടാകുന്ന അനുഭവങ്ങൾ, हम सबके जीवन का जो अनुभव है, ദൈവം വലിയൊരു പദ്ധതി ചെയ്തുകൊണ്ടിരിക്കുക. वो परमेश्वर बहुत बड़ा योजना कर रहा है। 55-ാം അധ്യായം യെശയ്യാവിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് 55 एशिया में इस प्रकार लिखा है, നിങ്ങളുടെ വിചാരങ്ങളല്ല എന്റെ വിചാരങ്ങൾ, तुम्हारा विचार नहीं है मेरे നിങ്ങളുടെ विचार, വഴികളല്ല എന്റെ വഴികൾ. तेरी मार्ग नहीं है मेरा ആ मार्ग। വാക്യം ഇന്നലെ ദൈവം എന്നോട് സംസാരിച്ചൊരു वो വാക്യം. आयत कल पासवान से परमेश्वर ने बात ആകാശം किया। ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ आकाश जैसे पृथ्वी के ऊपर है,
നിങ്ങളുടെ വിചാരങ്ങളെക്കാൾ അപ്പുറമായിട്ടൊരു പദ്ധതി എനിക്ക് നിങ്ങളെ കുറിച്ചുണ്ട്. तुम्हारे विचार से बढ़कर एक पद्धति योजना എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം അതിന്റെ പ്രവൃത്തി ചെയ്യാതെ മടങ്ങത്തില്ല. आमेन 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 हाले परमेश्वर के जबान से जो निकलने वाला आयत है उसके बिना कार्य करे लौटेगा नहीं. ആ വചനം നിലത്ത് നിന്ന് നല്ലതിനെ മുളപ്പിക്കുന്നത് പോലെ वो वचन जिस प्रकार जमीन में जो अच्छे चीजों को മഴ लाता है, പെയ്ത് നല്ലത് ചിലത് മുളച്ചു വരുന്നത് പോലെ जैसे बारिश आने के बाद अच्छे कुछ उखे आता है, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നല്ലതിനെ മുളപ്പിക്കും. तुम्हारा जीवन में भलाई को उत्पन्न देगा. 55 അധ്യായത്തിന്റെ അവസാന വാക്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയാമോ? तो अब 55 का आखिरी शब्द कैसे पता है? ഹല്ലേലൂയ. ഇപ്പോൾ എന്താണ്? മുള്ള്, പടക്കാര. अभी क्या है? जंगली झाड़. ഒരു ഉപയോഗമില്ലാത്തതാണ് നിങ്ങളുടെ ജീവിതം മുഴുവൻ. कि आपके जीवन में कुछ भी उपयोग नहीं है, പക്ഷേ എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം लेकिन मेरे जुबान से जो आयत निकलेगी, മഴ പെയ്യുന്നത് പോലെ നിങ്ങളെ നനയ്ക്കുമ്പോൾ कि बारिश के समान जब तुम्हें गीला करेगा, മുള്ളിന് പകരം സരളവൃക്ഷം മുളയ്ക്കും. तो वहाँ क्या होगा? काठों के बदले वृक्ष आएगा. പടക്കാരയ്ക്ക് പകരം കൊഴുന്തു മുളയ്ക്കും. ഹല്ലേലൂയ. തബ് രണ്ടു തരം വൃക്ഷങ്ങളെ കുറിച്ച് പറയാം. മുള്ളിനും പടക്കാരയ്ക്കും പകരം അനുഗ്രഹത്തിന്റെ വൃക്ഷം. वहाँ दो प्रकार का वृक्ष कहते हैं. वहाँ एक कहता है कि बोलते हैं ना कि काठों के, और दूसरे कहते हैं उसके बदले में आशीष निकलेगा. ദൈവത്തിന്റെ വചനത്തിന്റെ ക്രിയയാ കേട്ടോ. वचन के, परमेश्वर के वचन का क्रिया है. വചനം ഇറങ്ങിക്കഴിഞ്ഞാൽ वचन जब उतरेगा, ഇന്ന് മുള്ളും പഴക്കാരയും പാഴുമായിട്ടുള്ളത് മാറിയിട്ട് ചിലത് മുളയ്ക്കാൻ പോവുകയാണ്. तब जाके काठे और जो जंगली झाड़े सब हट के एक अच्छा वृक्ष आएगा. ഈ ആരാധനയുടെ ആരംഭത്തിൽ ये आराधना के आरंभ ഞാൻ में, ഇവിടെ വർഷിപ്പ് നടക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു, कि जब आराधना चल रहा था, परमेश्वर की आत्मा ने पासवान से कहा, ഹാഗാറിനോട് പറഞ്ഞതുപോലെ जिस प्रकार हजीरा से कहा എന്നെ കാണുന്നവനെ ഞാൻ കണ്ടുവല്ലോ. कि मुझे जो देखने वाले को मैं भी, ഹാഗാർ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. उसने कभी उम्मीद नहीं रखा. അവൾ ഓടിപ്പോകുന്ന ആ വഴിയിൽ वो जो रास्ते से भाग रही है, അങ്ങനെ ഒരു എൻകൗണ്ടർ അവൾക്കുണ്ടാകുമെന്ന്. ऐसा एक मुठभेड़ उसे होगा. പക്ഷെ അവൾ ഓടിപ്പോകുന്ന വഴിയിൽ जब वो भाग रही थी, അവൾക്ക് വേണ്ടി കർത്താവ് ഇറങ്ങി വന്നപ്പോൾ उसके लिए जब परमेश्वर उतर आया, അവൾക്കൊരു കാര്യം ബോധ്യമായി. उसे एक चीज पक्का हुआ ഹല്ലേലൂയ. എന്നെ കാണുന്ന എന്നെ അറിയുന്ന ഒരുവനുണ്ട്. कि मुझे देखने वाला, मुझे जानने वाला एक है. आमेन. ദൈവമക്കളെ, നമ്മളെ അറിയുന്ന നമ്മളെ കാണുന്ന ഒരുവനുണ്ട്. कि परमेश्वर के बच्चों, हमें देखने वाला, हमें जानने वाला एक है. അവന്റെ അറിവില്ലാതെ സമ്മതമില്ലാതെ उसके बिना इजाजत का നമ്മുടെ തലയിൽ ഒരു മുടി പോലും പൊഴിയത്തില്ല. हमारे सिर का एक बाल तक नहीं जाएगा. അവന്റെ ഒരു ഹല്ലേലൂയ. നമ്മൾ ആ വചനത്തിലൂടെ ജനറൽ സിസ്റ്റർ പറഞ്ഞു, മരണത്തിന്റെയും പാതാളത്തിന്റെയും ഒക്കെ താക്കോൽ ആരുടെ കയ്യില? യേശുവിന്റെ കയ്യില. कि हमने वो वचन में सुना कि वो मृत्यु का जो पाताल का चाबी किसके पास है? कुंजी वो यीशु के पास है. കർത്താവ് അറിയാതെ बिना परमेश्वर के जाने, ഒരു മിനിറ്റ് പോലും നേരത്തെ പിശാചിന് നമ്മെ എടുക്കാൻ പറ്റത്തില്ല. हमें बिना परमेश्वर की इजाजत के, उसकी जानकारी के बिना एक सेकंड भी पहले शैतान हमें नहीं ले सकता है. നമ്മുടെ ലിജോ കുടുംബമൊക്കെ നാട്ടിലായിരിക്കുന്നു. कि लिजो और कुटुंब गांव में है, ഞങ്ങള് ഫ്യൂണറൽ അറ്റൻഡ് ചെയ്തു. कि पासवान वो फ्यूनरल अटेंड किए. ആ ഫ്യൂണറലിലെ ദിവസം ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിച്ചൊരു വചനം ഞാൻ അവിടെ ഷെയർ ചെയ്യുവാനിടയായി. और फ्यूनरल के समय परमेश्वर की आत्मा ने जो परमेश्वर से दास से बात की वहां शेयर किया. ഞാൻ രാത്രി മുഴുവൻ ചോദിച്ചു, കർത്താവ് എന്ത് വചനമാണ് അവിടെ ഷെയർ ചെയ്യുന്നത്? पूरी रात पूछा, परमेश्वर क्या वचन में बांटो? അപ്പോൾ കർത്താവിന്റെ ആത്മാവിനോട് പറഞ്ഞു, परमेश्वर की आत्मा ने कहा, കാലമാകാതെ ആരും എടുക്കപ്പെടുകയില്ല. बिना समय समाप्त के कोई भी उठाया नहीं जाएगा. കാലമാകാതെ ആരും എടുക്കപ്പെടത്തില്ല. समय के प्रवृत्ति से पहले कोई उठाया नहीं जाएगा. ഹല്ലേലൂയ. ലിജോയുടെ പപ്പായ്ക്ക് അത്ര ഏജ് ഇല്ലായിരുന്നു. लिजो के पिताजी को उतना एज नहीं था. ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞത്, परमेश्वर की आत्मा ने कहा, ഹല്ലേലൂയ, കറക്റ്റ് സമയത്ത് എടുക്കപ്പെട്ടതെന്ന് പറയാൻ പറഞ്ഞു. बोला सही समय पे उसे उठाया एक है. കാരണം എന്താണെന്നറിയാ? कारण क्या है? പൗലോസ് എഴുതിയ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, पौलुस ने जो चिट्ठी लिखी उसमें एक आयत എന്റെ है നിര്യാണകാലം അടുത്തിരിക്കുന്നു. कि मेरे जाने का समय आ चुका है. ഫിലിപ്പിയ ലേഖനം എഴുതിയപ്പോൾ എന്താ എഴുതിയത്? फिलिपियन के किताब में क्या लिखा? വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കാൻ എനിക്ക് ഇഷ്ടമുണ്ട്. कि मुझे छोड़ के बोलते ना कि പക്ഷെ परमेश्वर के साथ में अच्छा है, लेकिन नहीं हो पाएगा. നിങ്ങളോട് കൂടെ ഇരിക്കണമെന്നുള്ളതിൽ ഞാൻ ഉറച്ചിരിക്കുന്നു. कि तुम्हारे साथ रहना है, मैं पक्का किया ഞാൻ है. മരിക്കത്തില്ല. मैं नहीं मरूंगा. അങ്ങനെ എഴുതിയിരിക്കുന്നു കേട്ടോ. ऐसा लिखा है. ഞാൻ മരിക്കത്തില്ല, मैं नहीं मरूंगा. ഉറച്ചിരിക്കുക. मैं पक्का किया है. കാരണം എന്താ? कारण क्या है? പിടിച്ചു എന്ന് ഞാൻ നിരൂപിക്കുന്നില്ല, ഓട്ടം തീർന്നിട്ടില്ല. क्योंकि मेरा जो दौड़ है समाप्त नहीं हुआ. അപ്പൊ നിര്യാണ കാലമുണ്ട്. ഓരോ വ്യക്തിക്കും മരിക്കേണ്ട ഒരു ദിവസമുണ്ട്. तो जो मृत्यु के लिए हर एक व्यक्ति का मृत्यु का एक समय അതിനു है. മുമ്പും അതിനുശേഷം മരിക്കത്തില്ല. उससे पहले या उसके बाद नहीं होगा. പത്രോസ് ലേഖനം എഴുതിയപ്പോൾ എഴുതി, पत्रोस इस प्रकार लिखा, നമ്മുടെ കർത്താവ് എനിക്ക് അറിവ് തന്നതുപോലെ जैसे मेरे परमेश्वर ने मुझे ज्ञान दे, उस എന്റെ प्रकार നിര്യാണകാലം അടുത്തിരിക്കുന്നു.
कि मेरा मृत्यु का समय पहुंच ഞാൻ गया है। മരിക്കേണ്ട ദിവസം എന്താണെന്ന് കർത്താവ് നേരത്തെ എനിക്ക് അറിവ് തന്നെന്ന്. तो मेरे मरने का समय क्या है परमेश्वर मुझे पहले बताया ഓരോരുത്തരും മരിക്കാൻ കർത്താവ് ഒരു തീയതി വെച്ചിട്ടുണ്ട്. कि हर व्यक्ति का मृत्यु के बारे में परमेश्वर ने एक तारीख रखा है। കർത്താവിന്റെ ആത്മാവിനോട് പറഞ്ഞു ഈ വചനം പറയാൻ പറഞ്ഞു. कि परमेश्वर की आत्मा ने बोला ये वचन बोल। ആരും ഏർലി പോകത്തില്ല കേട്ടോ. कोई भी जल्दी नहीं जाएगा। ഡേറ്റ് നമ്മുടെ ഒക്കെ ഒരു തീയതി ഉണ്ട് പറയുള്ളൂ. हर एक व्यक्ति का एक डेट है, उसी डेट में जाएगा। ഓട്ടം തികച്ചു കഴിഞ്ഞാൽ जब हमारी दौड़ पूरा होगा അവന്റെ അടുക്കലേക്ക് നമ്മെ വിളിച്ചു ചേർക്കുവാൻ परमेश्वर अपने पास हमें बुलाएगा। അതാണ് ക്രിസ്തീയ പ്രത്യാശ എന്ന് പറയുന്നത്. कि एक मसीह का एक उम्मीद क्या है। ദൈവമക്കളെ പ്രത്യാശയുള്ളവരായി നാം ജീവിക്കുന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. हमें उम्मीद के साथ जीना है। ഹല്ലേലൂയ. हालेलुया। ജീവിതാനുഭവങ്ങളൊക്കെ whatever we experience in our life, जो भी अनुभव हमारे जीवन में आता है അത് ദൈവത്തിന്റെ ഗ്ലോറി നമ്മിലൂടെ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. वो परमेश्वर की महिमा हमारे जीवन में प्रकट करने के लिए है। സങ്കടമാണെങ്കിലും അനുഗ്രഹമാണെങ്കിലും भले वो दुख हो या आशीष हो, എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും कोई भी अवस्था हो, അതിലൂടെ ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകും. उसके द्वारा परमेश्वर की महिमा होना है। അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല, അവനൊപ്പം പറയാനാരുമേയില്ല, അവനെ പോലാരാധ്യൻ. ചേർന്ന് പാടിക്കാത്ത ശബ്ദകായി അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല,